നേരത്തെ നമ്മള് മൂന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നാലാമത്തെ യൂണിറ്റിലേക്ക് കടക്കാണ്. അപ്പോൾ നമ്മള് റെക്കോർഡിംഗ് ക്ലാസ് ആയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ലൈവും കൂടെ ആണ്. ലൈവിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ലെസൺസ് ലാസ്റ്റ് 10 ലെസൺസ് ആണ്. അതില് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം, അതായത് അതിന്റെ ചാപ്റ്ററിന്റെ ഭാഗം മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാണ്. അതിന്റെ ഒരു അർത്ഥം കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഏതായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നമ്മുടെ ബുക്കിന്റെ ഒരു PDF കൂടെ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. മുപ്പത്തിയൊന്ന് മുതൽ 40 വരെയുള്ള ചാപ്റ്ററുകളാണ്. അപ്പൊ അതില് സൗണ്ട് കേൾക്കുന്നുണ്ടാവും കരുതുന്നു. റെക്കോർഡിംഗ് കറക്റ്റ് അല്ല എന്നോട് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, റെക്കോർഡിംഗ് കറക്റ്റ് ആണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്റ്റാർട്ട് ചെയ്യാം. അഫ്ആലുൽ നാഖിസയാണ് ഇതിലെടുക്കുന്നത്. അഫ്ആലുൽ നാഖിസ എന്ന് പറഞ്ഞാല് നടുവിലുള്ള അക്ഷരം, ഫീലിന്റെ സെൻട്രലിൽ വരുന്ന ലെറ്റേഴ്സ്, അല്ലെങ്കിൽ ഫീലിൽ ഏതെങ്കിലും അക്ഷരങ്ങള് ഇല്ലത്തിന്റെ അക്ഷരങ്ങളായിട്ട് വരുന്ന അലിഫ് വാവ് യാ വരുന്ന അക്ഷരങ്ങൾക്കുള്ള ഫീലുകൾക്കാണ് നാഖിസായ ഫീൽ എന്ന് പറയുന്നത്. അല്ലാത്ത ഫീലുകൾക്ക് നമ്മൾ സഹീഹായ ഫീൽ എന്ന് പറയും. ഹംസ കടന്നു വന്നിട്ടുള്ള ഫീലുകളാണെങ്കിൽ മഹ്മൂസ് എന്ന് പറയും. നാഖിസ് 3 ഗണമുണ്ട്. മിസാല്, അജ്വഫ്, നാഖിസ് എന്ന് പറഞ്ഞുകൊണ്ട് 3 കാറ്റഗറിയിൽ വരുന്നത്. നാഖിസ് പറഞ്ഞാല് പിന്നെ അവസാനത്തെ അക്ഷരത്തിന് ഇല്ലത്തെ അക്ഷരം വരുന്നതാണ്. അതേപോലെ തന്നെ അത് സ്വഹീഹ് മുഅത്തൽ എന്നൊക്കെ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ ഉള്ളത് അഫ്ആൽ നാഖിസ എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറി എന്ന് പറഞ്ഞാല് ഈ കാന അഖവാത്തുഹ ഉണ്ടല്ലോ, അതിനെ നമ്മൾ അഫ്ആൽ നാഖിസ എന്നുള്ള പേരിലാണ് അറിയാം. അപ്പൊ ഇവിടെ ആദ്യം പരിചയപ്പെടുന്നത് കാന അഖവാത്തിൽപ്പെട്ട ഫീലുകളാണ്. കാന, അസ്ബഹ, ലൈസ, മാസാല, വല്ല, സാറ എന്നുള്ള ആ വാക്കുകള്. പിന്നെ കുറച്ച് പുതിയ വാക്കുകൾ വരുന്നത് താസജ, അത് പിന്നെ ഫ്രഷ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതാണ് താസിജ്. ഓക്കെ, ഫ്രഷ് എന്നുള്ളതിനേക്കാൾ അതെ, ഫ്രഷ് എന്നുള്ള അർത്ഥത്തിലാണ് താസിജ് ഉപയോഗിക്കുന്നത്. പിന്നെ ഷിറാ, ഷിറാ എന്ന് പറഞ്ഞ ബൈ, ഹവായിജ് ഹാജത്തിന്റെ ജംആണ് ഹവായിജ്, ആവശ്യങ്ങൾ. ഇവിടെ ബാഇഉൽ ഖദ്റവാത്ത്, ഒരു പച്ചക്കറി കടക്കാരന്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ, ഖദ്റവാത്ത് വിൽക്കുന്ന ആള്. ബിജിവാരി ബൈത്തിന സൂഖുൻ, ഞങ്ങളുടെ വീടിന്റെ അടുക്കൽ. ജിവാർ എന്ന് പറഞ്ഞാൽ അരികെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. സൂഖുൻ കബീറുൻ തുബാഉ ഫീഹി, തുബാഉ ഫീഹി, ബാഅ യബീഉ എന്നാണ് അതിന്റെ മജ്ഹൂലാണ് തുബാഉ എന്ന് പറയുന്നത്. തുബാഉ ഫീഹി അൽ ഖദ്റവാത്തു വൽ ഫവാക്കിഹു, അവിടെ എന്ത് വിൽക്കപ്പെടുന്നുണ്ട്? പച്ചക്കറിയും ഫ്രൂട്ട്സും വിൽക്കപ്പെടുന്നത്. അൽ ഫവാക്കിഹു താസജത്തു, ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും പച്ചക്കറിയും ഒക്കെ വിൽക്കുന്നുണ്ട്. നദ്ഹബു ഇലാ ഹാദ സൂഖി ലിശിറാഇൽ ഖദ്റവാത്തി വൽ ഫവാക്കിഹി മറത്തൻ വാഹിദത്തൻ ഫിൽ ഉസ്ബു, ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾ ഈ സൂഖിലേക്ക് പച്ചക്കറി വാങ്ങിക്കാനും ഫ്രൂട്ട്സ് വാങ്ങിക്കാനും ഒക്കെ പോവാറുണ്ട്. ദഹബത്തു മഅ അഖി അസ്സഗീർ, എന്റെ ചെറിയ സഹോദരന്റെ കൂടെ ഞാൻ പോയി. ഇല സൂഖി യൗമൽ അഹദി, ഞായറാഴ്ച മാർക്കറ്റിലേക്ക് ഞാൻ പോയി. കാനൽ അഹദു യൗമൽ ഉത്ലതി, കാനൽ അഹദു, ആ ഞായറാഴ്ച ദിവസം ആയിരുന്നു. യൗമൽ ഉത്ലതി, അപ്പൊ കാന അൽ അഹദു യൗമൽ ഉത്ലതി, കാനയുടെ ഇസ്മിന് റഫും ഖബറിന് നസ്ബും ആണ് ഉണ്ടാവുക എന്നുള്ളൊരു നിയമമുണ്ട്. അതൊന്ന് ഓർത്തു വെക്കുക. യൗമൽ ഉത്ലതി, അവധി ദിവസം. ഫദല്ല, അപ്പോ ആയിത്തീർന്നു. അന്നാസു, ജനങ്ങളെല്ലാം. യഷ്തറൂന, വാങ്ങുന്നവർ. ഹവാഇജഹും, അവർക്ക് ആവശ്യമുള്ളത്. ഹത്തൽ മസ, വൈകുന്നേരം വരെ. കാന സൂഖു, അങ്ങാടി ആയിരുന്നു, മാർക്കറ്റ് ആയിരുന്നു. മലിയൻ, അപ്പൊ സൂഖ് എന്നുള്ളത് കാനയുടെ ഇസ്മാണ്, മലിയൻ എന്നുള്ളത് കാനയുടെ ഖബറാണ്. കാനയുടെ ഖബറിന്റെ നസ്ബാണ് വരിക എന്ന് പറഞ്ഞത്, അതുകൊണ്ട് മലിയൻ എന്ന് പറഞ്ഞത്. കാന ഇല്ലായിരുന്നെങ്കിൽ അസൂഖു മലീഉൻ എന്നായിരുന്നു പറയാം. അപ്പൊ കാന അവിടെ വന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അസൂഖു മലീഅ, കാന സൂഖു മലീഅ എന്ന് പറഞ്ഞിട്ടുള്ളത്.
എന്തുകൊണ്ടാണ് മലിഹനായത്? ബിൽ ഫവാക്കിഹി താസിജത്തി, താസജത്തി, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൊണ്ട്, വല ഖദറവാത്തിൽ ജയ്യിദത്തി, നല്ല പച്ചക്കറികളാൽ, മിസ്ലൽ ബസൽ വൽ ബാദിഞ്ചൻ, ഉള്ളി, വഴുതന, വൽബാമിയ, വെണ്ട, വസ്സബാ വസ്സബാനഖ് വൽ ജസർ. സബാനഖ് എന്താണെന്നുള്ളത് നോക്കണം കേട്ടോ, ഒന്ന് ഇഷ്ടത്തിൽ നോക്കിയിട്ട് നമുക്ക് പറയാം. പിന്നെ വൽ ജസർ, ക്യാരറ്റ്, വൽ ബിസില്ലറ്റ്, ബിസില്ലത്തും അതേപോലെയുള്ള എന്തോ ഒരു പച്ചക്കറിയാണ്. വൽ ബത്താത്തസ്, പൊട്ടാറ്റോ, പിന്നെ വത്തമാറ്റം, ടൊമാറ്റോ, വക്കാനത്ത് ഫീഹി, അതിൽ അതുപോലെ ഉണ്ടായിരുന്നു ഫവാക്കിഹുൻ അയ്വൻ, പിന്നെ എന്തായാലും പറയാ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ. മറ്റേ മറ്റുള്ള ചിത്രങ്ങള് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. സബാനഹും അതേപോലെ തന്നെ ബിസില്ലത്തും എന്താണെന്നുള്ളത് ഒന്ന് ഡിക്ഷണറി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നോക്കിയാൽ മതി. ഓക്കെ. വക്കാനത്ത് ഫീഹി ഫവാക്കിഹു അയ്വൻ മിത്ല തുഫാഹി, അതിലുണ്ടായിരുന്നു പിന്നെ ആപ്പിള്, മൗസ്, ബുർത്തുക്കാല്, ജുവാഫ എന്ന് പറഞ്ഞ പേരക്ക, മറ്റേത് അറിയണ്ടാവല്ലോ അല്ലെ, ബുർത്തുക്കാൽ, ഓറഞ്ച്, ആപ്പിള്, ആൻഡ് ബനാന, വൽ റുമ്മാൻ, വൽ ഇനബ്, വൽ മാഞ്ച, റുമ്മാൻ അറിയാം അല്ലെ, റുമ്മാൻ പഴം, then മുന്തിരി, മാങ്ങ, വഗൈരിഹ, അതുപോലെ മറ്റുള്ളത്. ദഹബ്തു ഇലാ സാഹിബി ദുക്കാൻ, ഞാൻ കടക്കാരന്റെ അടുക്കലേക്ക് പോയി, വസഅൽതുഹു, എന്നിട്ട് ചോദിച്ചു, അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല ഇൻദക ഫവാക്കിഹു താസജ, നിങ്ങളടുത്ത് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ടോ? തബഅൻ, തീർച്ചയായും. മാ ഹിയൽ ഫവാക്കിഹു താസജ ഇൻദക, നിങ്ങളടുത്തുള്ള എന്തൊക്കെയാണ്? അൻദി ഐനബുൻ വതുഫാഹുൻ വമൗസുൻ, എന്റെ അടുത്ത് മുന്തിരിയുണ്ട്, ആപ്പിൾ ഉണ്ട്, പഴമുണ്ട്. ഹലിൽ ഇനബു താസജുൻ, ഇപ്പൊ മുന്തിരി നല്ല ഫ്രഷ് ആണോ? ഇത് ബിത്തബ, തീർച്ചയായും. അല്ല ഇനബു യബ്ദു ബാഇത, പക്ഷെ ഈ മുന്തിരി കണ്ടിട്ട് കുറച്ച് പഴയതാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ബാഇച്ച് എന്ന് പറഞ്ഞാൽ പഴകിയത് എന്നർത്ഥം കേട്ടോ. എല്ലാ ബിൽ അക്സ്, അല്ല, അതിന് ഓപ്പോസിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതിന്റെ എതിരാണ്. നല്ല പുതിയ ഫ്രഷ് ആണ്. കം തമനു തുഫാഹ്, എത്രയാണ് ആപ്പിളിന്റെ വില? 40 റുബിയ ലി കിലോ വാഹിദ്, ഒരു കിലോന് 40 രൂപയാണ് വില. ഓക്കെ. വല്ലാഹ് ഹാദാ ഗാലിൻ ജിദ്ദൻ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പുസ്തകമായതുകൊണ്ട് അന്ന് 40 രൂപ വലിയ വിലയാണ്. വല്ലാഹി ഹാദാ ഗാലിൻ ജിദ്ദൻ, ഇത് കുറെ കൂടുതലാണല്ലോ. കം തുരീദ്, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്? ഉനസ്സിലു ലക തമൻ, നിങ്ങൾക്ക് കുറച്ചുതരാം, വില കുറച്ചുതരാം. ആതിനി കിലോ വാഹിദ്, എനിക്ക് ഒരു കിലോ മതി. തഫദ്ദൽ, ഇതാ. അപ്പൊ എത്ര പറയുന്നത്? اشتريت التفاح والخضروات وما زلت مشغولا في السوق لساعتين ثم رجعت إلى البيت. അത്രക്കാതൊന്നും പറയില്ല. اشتريت التفاح, ഞാൻ ആപ്പിൾ വാങ്ങി, والخضروات, പച്ചക്കറിയും വാങ്ങി, وما زلت مشغولا في السوق, ഞാൻ 2 മണിക്കൂർ, لساعتين, 2 മണിക്കൂർ എന്തായിരുന്നു? മാസിൽത്തു, ആയിരുന്നു. അപ്പൊ മാസാല എന്ന് പറഞ്ഞ വാക്ക് വന്നു. ഇത് ഞാൻ അങ്ങാടിയിൽ 2 മണിക്കൂറോളം എന്ത് ചെയ്തിരുന്നു? മഷ്ഗൂലായിരുന്നു, അവിടെ എൻഗേജ്ഡ് ആയിരുന്നു. വറജഅ്തു ഇലൽ ബൈത്ത്, എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. സ്വാറൽ ഔലാദു ഫർഹാനീന, ഫർഹാനീന, സ്വാറ വന്നുണ്ടോ? സ്വാറൽ ഔലാദു, അൽ ഔലാദു ഫർഹാനൂൻ എന്നാണ് വേണ്ടത്. അതെന്ത് ചെയ്തു? ഫർഹാനീൻ എന്നായി. ഫർഹാനീൻ വരാൻ കാരണം സ്വാറ എന്നുള്ള വാക്ക് അവിടെ വന്നിട്ടുണ്ട്. കാരണം സ്വാറ സാറ ആയിത്തീർന്നു. അല്ല ഔലാദു ഫർഹാനീന ഇന്നമാ റഅൗ അത്തുഫാഹ്, ഒരു ആപ്പിൾ കണ്ടപ്പോൾ മക്കളൊക്കെ ഭയങ്കര സന്തുഷ്ടരായി. ഈ 32ാമത്തെ ചാപ്റ്ററാണ്. ദർസ് താനി വ തലാത്തൂൻ, ജവാസിമുൽ ഫിഅൽ മുദാരി, ഫിഅൽ മുദാരിനെ ജസ്മ് ചെയ്യുന്ന സംഗതികൾ. നേരത്തെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും, ലംബ് മാത്രം പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ 4 പറയുന്നത് ലം, ലമ്മ, ലാ നഹി, ലാമുൽ അംർ. ഈ 4 എന്ത് ചെയ്യും? ഫിഅൽ മുദാരിനെ ജസ്മ് ചെയ്യും. ലംബിന്റെ ഫിഅൽ മുദാരിന്റെ മുമ്പിൽ ലംബ് വന്നാൽ ജസ്മ് ചെയ്യും, ലമ്മ വന്നാൽ ജസ്മ് ചെയ്യും. ലാ ഉൻ നഹി, ലാ തദ്ഹബ്, ഇതൊക്കെയുള്ള ആ നഹീന് വേണ്ടിയിട്ട് ലാ വന്നാൽ എന്ത് ചെയ്യും? അത് ജസ്മ് ചെയ്യും. പിന്നെ ലാമുൽ അംർ, ലാമുൽ അംർ എന്ന് പറഞ്ഞാല് അവൻ ചെയ്യട്ടെ, ലി യദ്ഹബ്, അതിനാണ് ലാമുൽ അംർ എന്ന് പറയുന്നത്. അവൻ ചെയ്യട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാമ്, അതാണ് ലാമുൽ അംർ. മറ്റേ ലാമു നഹി എന്ന് പറഞ്ഞാൽ ലാ തദ്ഹബ്, ലാ യദ്ഹബ്, അവൻ പോകരുത്, നീ പോകരുത് എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന ലാം. പിന്നെ വേറൊരു ലാമുണ്ട്, ലാം നാഫിയ എന്ന് പറയും. അപ്പൊ ലാ തദ്ഹബു, അവിടെ അവസാനത്തെ അക്ഷരത്തിന് എന്ത് ചെയ്യില്ല? ജസ്മ് വരില്ല. അപ്പൊ അത് മനസ്സിലാക്കുന്നത് അവസാനത്തെ അക്ഷരത്തിൽ ജസ്മ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവസാനത്തെ അക്ഷരത്തിലല്ല, ഫീലിന് ജസ്മ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ജവാസിബിൽപ്പെട്ടതാണ്. ഇനി അതല്ല, അങ്ങനെ മാറ്റങ്ങൾ കാണുന്നില്ല എങ്കിൽ അത് നഫിയിൽപ്പെട്ടതാണ്.
ഓക്കെ, ഒന്ന് നഹിയാണ്, ഒന്ന് നഫിയാണ്. അങ്ങനെ രണ്ട് ലാമുകളാണ് അതിലുള്ളത്. പിന്നെ ഇവിടെ ലാമുൽ അംർ എന്ന് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അത് ഈ അംർ ഹാളിറിൽ വരില്ല, അംർ ഗായിബിലേ വരില്ല. അംർ ഗായിബ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ചെയ്യട്ടെ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അംറുകളുണ്ട്. അതിലെന്ത് ചെയ്യുള്ളൂ, ഈ പറഞ്ഞ ലാമുൽ അംർ വരുള്ളൂ. ദെൻ ത്വാഇർ ജംബ്, തുയൂർ, അസദ്, നമിർ പുലി, അതേപോലെ ഖിർദ്, പിന്നെ കുരങ്ങൻ, ബബുഗ, തത്ത, താവൂസ്, മയില്, ഉറാബ്, കാക്ക, ഹമാമ, പ്രാവ്. ഹദീഖത്തുൽ ഹയവാനാത്ത് എന്നാണ് സൂന് പറയട്ടോ. നബീലുൻ യസ്കുനു ഫി ലക്നൗ, നബീൽ ലക്നൗവിലാണ് താമസിക്കുന്നത്. വഹുവ ലം യുസാഫിർ ഖത്തു ഇലാ ഡൽഹി, അവൻ ഡൽഹി ഇതുവരെ പോയിട്ടില്ല. വഹുവ യർഗബു ഫി സിയാറത്തിഹ, അവൻ അത് സന്ദർശിക്കുവാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. വളഅ ബർനാമിജൻ ലിസ്സഫർ, അവൻ യാത്രയ്ക്ക് വേണ്ടി ഒരു പ്രോഗ്രാം, ഒരു ഐറ്റനറി തയ്യാറാക്കി. വസല ഇലാ മഹത്തത്തിൽ ഖിതാർ, എന്നിട്ട് അവൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. മഅ അഖീഹി സഗീർ സാജിദ്, സാജിദ് എന്ന ചെറിയ സഹോദരന്റെ കൂടെ. കാനൽ ഖിതാറു മൗജൂദൻ, കാന വന്ന അവിടെ കാനൽ ഖിതാറു മൗജൂദൻ, അൽ ഖിതാറു മൗജൂദൻ എന്ന് വേണ്ടത് അവിടെ കാന വന്നതുകൊണ്ട് അൽ ഖിതാറു മൗജൂദൻ എന്നായി. കാനൽ ഖിതാറു മൗജൂദൻ അല റസീഫി ഫവറ ഉസൂലിഹിമ ഇലൽ മഹത്ത. ഫവറ എന്ന് പറഞ്ഞാൽ തൊട്ടുടനെ എന്നർത്ഥം. അപ്പോ പ്ലാറ്റ്ഫോമിൽ എത്തിയിരുന്നു ഏത് റസീഫ് പ്ലാറ്റ്ഫോം. ട്രെയിന് അവര് അവിടെ എത്തുമ്പോഴേക്ക് എത്തിയിരുന്നു, പ്ലാറ്റ്ഫോമിൽ എത്തിയിരുന്നു. ഉസൂലിഹിമ ഇല അൽ മഹത്ത, അവിടെ അവരെത്തുമ്പോഴേക്ക് എത്തിയിരുന്നു, അവിടുന്ന് ട്രെയിന് അവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചില്ല, അതുകൂടി വായിച്ചിടാം. കാനൽ ഖിതാറു മൗജൂദൻ അല റസീഫി ഫവറ ഉസൂലിഹിമ ഇല മഹത്തതി സാറൽ ഖിതാറു വലമ്മ ഇറക്കം നബീൽ അഹു. വലമ്മ ഇറക്കം എന്ന് പറഞ്ഞാൽ കയറിയിട്ടില്ലായിരുന്നു, കയറുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്തു, ഈ ട്രെയിന് സാറ അത് സഞ്ചരിച്ചു. അപ്പൊ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് അർത്ഥം പറയാം. നബീലു അഹു, നബീലും അവന്റെ സഹോദരനും ഇറക്കമ്പു ലമ്മ ഇറക്കമ്പു കയറിയിട്ടില്ല, അതിന് മുൻപ് തന്നെ എന്ത് ചെയ്തു, സാറൽ ഖിതാറു ട്രെയിൻ പോയി. പവറ മുസൂലിഹിമ ഇലൽ മഹത്ത, അവർ രണ്ടുപേരും പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ ആ ഖിതാർ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ കയറുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്തു, ട്രെയിൻ പോവുകയും ചെയ്തു. ഇലൈഹി വറക്കിബ, പക്ഷെ അവരെന്ത് ചെയ്തു, അവർ രണ്ടുപേരും പോവുകയും ചെയ്തു. എന്നാലും സാറ സഞ്ചരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അവര് വേഗത കൂട്ടി, ഇലൈഹി ഓടി, വറക്കിബ അങ്ങനെ ഓടിക്കയറി അതിൽ. ഇന്തമ വസല ഇല ഡൽഹി, അവർ ഡൽഹിയിൽ എത്തിയപ്പോ സാജിദ് പറഞ്ഞു, അഖി അൽ കരീം, എന്റെ പ്രിയ സഹോദര, ഉരീദു അൻ അസൂറ ഹദീഖത്തുൽ ഹയവാനാത്ത്, എനിക്ക് സൂ കാണണം. ഹദീഖത്തുൽ ഹയവാനാത്ത് ഫി ഡൽഹി കബീറത്തുൻ ജിദ്ദൻ, ഡൽഹിയിലെ സൂ വളരെ വലിയതാണ്. طيب സനസൂറു ഹദീഖത്തുൽ ഹയവാനാത്ത് ഗദൻ ഇൻഷാ അല്ലാഹ്. ഓക്കെ, നാളെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സൂ കാണാൻ പോവാം. ഫിൽ യൗമി താലി ദഹബ നബീൽ വ സാജിദ് മഅ അസ്തിഖാഇഹിമ, അടുത്ത ദിവസം നബീലും സാജിദ് അവരുടെ കൂട്ടുകാരുടെ കൂടെ ഇല ഹദീഖത്തുൽ ഹയവാനാത്ത്, സൂ കാണാൻ വേണ്ടി എന്ത് ചെയ്തു, സൂവിലേക്ക് യാത്രയായി. കാന ഹുനാക അദദുൻ കബീറുൻ, അവിടെ ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു, വലിയ എണ്ണം. അദദുൻ കബീർ മിനൽ ഹയവാനാത്ത് വത്തുയൂർ അൽ മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായിട്ടുള്ള പക്ഷികളും മൃഗങ്ങളും ഒക്കെ എന്തിണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. മിസലൽ അസദ്, സിംഹം, നമിർ പുലി, വൽ ഖിർദ് കുരങ്ങൻ, വൽ ബബുഗ തത്ത, താഊസ് വൽ ഖുറാബ് വൽ ഹമാമ മയില്, കാക്ക, അതേപോലെ തന്നെ പ്രാവ്, അങ്ങനെ പല പക്ഷികളും മൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. സാജിദ്, നബീൽ പറയാണ്, സാജിദ് ലാ തഖറബ് മിനൽ അസദ്, സാജിദെ ആ സിംഹത്തിന്റെ അടുക്കേക്ക് പോകണ്ടോ. ലിഅന്നഹു ഹയവാനുൻ വഹ്ശീൻ, അതൊരു വന്യമൃഗമാണ്. സാജിദ് തയ്യിബ് ഫൽനദ്ഹബ് ഇലാ ഖഫസി ത്വയൂർ, ഓക്കെ, എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പക്ഷികളുടെ കൂടിന്റെ അടുത്തേക്ക് പോവാം. ലം യസൽ നബീൽ വസാജിദ് മഅൽ അസ്തിഖാ ഫി ഹദീഖത്തുൽ ഹയവാനാത്ത് ഹത്തൽ മസാ, ലം യസൽ, അവരായിക്കൊണ്ടേയിരുന്നു എവിടെ, ഹദീഖത്തുൽ ഹയവാനാത്തില്, ഈ പറഞ്ഞ സൂവില് വൈകുന്നേരം വരെ അവരവിടെ തുറന്നു. സുമ്മ റജഅൽ ജമീഉ ഇലാ ബുയൂത്തിഹിം,
ഫർഹാനീന വമസ്റൂറീൻ. പിന്നെ എല്ലാവരും കൂടെ എന്ത് ചെയ്തു? വീട്ടിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി. ഫർഹാനീന വമസ്റൂറീൻ എന്ന് പറഞ്ഞാൽ സന്തോഷം, രണ്ട് സന്തോഷത്തെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഫറഹും സുറൂറും അതിന്റെ ഫായിലായിട്ട് വരുന്നതാണ്. ഫർഹാനും മസ്റൂറും. അങ്ങനെ അവരെന്ത് ചെയ്തു? വീട്ടിലേക്ക് മടങ്ങി. ഇനി 33ാമത്തെ ചാപ്റ്ററാണ്. ഫീൽ മുദാരിന്റെ നസ്ബ് ചെയ്യുന്ന സംഗതികൾ ഏതൊക്കെയാണെന്നുള്ളത് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ അത് നല്ല രീതിയിൽ കൈയാണ് നമുക്ക് അറിയുന്നതാണ് അല്ലെ. ആസിമത്ത് എന്ന് പറഞ്ഞ തലസ്ഥാനം, ആധാറ് അടയാളങ്ങള്, മബാനി എന്ന് പറഞ്ഞ ബിൽഡിങ്ങുകൾ, ഷാമിഹത്ത് എന്ന് പറഞ്ഞ ഉയർന്നത്, ബർണാമിസ് പറഞ്ഞ പ്രോഗ്രാംസ്, തുഖീമു നിലനിൽക്കുന്നു, സ്ഥാപിക്കുന്നു എന്നർത്ഥം വരും. താരീഖിയ എന്ന് പറഞ്ഞ ഹിസ്റ്റോറിക്കൽ, തൻഖസിമു വിഭജിക്കുന്നു, ഹദായിഖ് ഹദീഖത്തിന്റെ ജംആണ് തോട്ടങ്ങൾ, മൊണ്യൂമെന്റ്സ് മൊണ്യൂമെന്റ്സിലെ നിർമ്മിക്കപ്പെട്ട കുറെ മൊണ്യൂമെന്റ്സ്. ശരി. ആസാറും താരീഖിയ കുറച്ച് ഹിസ്റ്റോറിക് മൊണ്യൂമെന്റ്സിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? അടയാളങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഹിസ്റ്റോറിക് മൊണ്യൂമെന്റ്സ് ഉള്ള ഇന്ത്യയിലുള്ള? നമുക്ക് പാഠം നോക്കാം. ഡൽഹി ആസിമത്തുൽ ഹിന്ദ്. ഇന്ത്യയുടെ തലസ്ഥാനമാണ് അത് ഡൽഹി. വഹ്യ മദീനത്തും താരീഖിയത്തും യൂജദു ഫീഹാ ആഥാറും താരീഖിയത്തും. അതൊരു ഹിസ്റ്ററിക് സിറ്റിയാണ്. അതിൽ ഒരുപാട് ഹിസ്റ്റോറിക് അടയാളങ്ങൾ, മൊണ്യൂമെന്റ്സും ഉണ്ട്. വക്കാന മബാനി ഷാമിഖത്തുൻ. അതേപോലെ തന്നെ ഒരുപാട് ഉയർന്ന കെട്ടിടങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്, സ്ഥിതി ചെയ്യുന്നുണ്ട്. വഹദായിഖു ജമീല. ഒരുപാട് മനോഹരമായിട്ടുള്ള തോട്ടങ്ങളുണ്ട്. തൻഖസിമു മദീനത്തു ഡൽഹി ഇലാ ജുസൈൻ. രണ്ട് ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡൽഹി പട്ടണം വേർതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? ഡൽഹി ഖദീം, ഡൽഹി ഖദീമ വ ഡൽഹി ജദീദ. ഒന്ന് ഓൾഡ് ഡൽഹിയും മറ്റൊന്ന് ന്യൂ ഡൽഹിയാണ്. അറാദ ഹാമിദ് അൻ യസൂറ ഡൽഹി അഷ്ഹറ അൽ ഖാദിം കൈ യുഷാഹിദ് അൽ ആഥാറ അത്താരീഖിയ. അടുത്ത മാസം എന്ത് ചെയ്തു? ഒന്ന് ഡൽഹി സന്ദർശിക്കണമെന്ന് ആര് തീരുമാനിച്ചു? ഡൽഹി സന്ദർശിക്കണമെന്ന് ഹാമിദ് തീരുമാനിച്ചു, ആഗ്രഹിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? കൈ യുഷാഹിദ് അൽ ആഥാറ താരീഖിയ. ഈ പറഞ്ഞ ഹിസ്റ്റോറിക് മൊണ്യൂമെന്റ്സ് ഒക്കെ കാണും. മിസ് അഖിൽ ഹംറ. ഏതുപോലെയുള്ള? ഈ റെഡ് ഫോർട്ട് പോലെയുള്ള, മനാറത്ത് കുത്തുബ്, അതേപോലെ കുത്തുബ് മിനാർ പോലെയുള്ള, പിന്നെ ജമാ മസ്ജിദ് പോലെയുള്ള, വമായിലാദാനി അതൊക്കെ പോലെയുള്ള. സമിഅത്ത് ഫാത്തിമത്ത് ബർനാമിജ് ഹാമിദ് ഫഖാലത്ത് ലഹു. ഫാത്തിമയാണെങ്കിലോ ഈ ഹാമിദിന്റെ പ്ലാനൊക്കെ ഉണ്ടല്ലോ, ആ ഐറ്ററിയൊക്കെ കണ്ടപ്പോ അവൾക്കും പുതിയായിട്ടുണ്ടാവും ചിലപ്പോ. അപ്പൊ അവള് ചോദിച്ചു, എന്താ ചോദിച്ചു നോക്കാം നമുക്ക്. ഫാത്തിമ അഖി ഹൽ തുസാഫിറു ഇലാ ദിൽഹി. ചോദിച്ചെന്താണ്? അഖി സഹോദര, നീ ഡൽഹിയിലേക്ക് പോവാണോ? അപ്പൊ ഹാമിദ് പറഞ്ഞ സൗഫ ഉസാഫിറു ഇലാ ദിൽഹി ഖരീബൻ. അടുത്തന്നെ ഞാൻ പോകും. ഇതൻ സതുഖീമു ഇൻദന. ഓക്കെ. അപ്പൊ ഫാത്തിമ എന്താണ്? ഫാത്തിമ ഡൽഹിയിലുള്ള ആളാണ്. അപ്പൊ ഫാത്തിമ പറഞ്ഞെന്താണ്? ഇതൻ സതുഖീമ ഇൻദന, നീ നമ്മുടെ അടുത്ത് നിൽക്കണം. ഫൽനദ്ഹബ് ലിസിയാറത്തി ഹാദിഹിൽ അമാകിൻ മഅൻ. നമുക്ക് ഈ സ്ഥലമൊക്കെ എന്ത് ചെയ്യാം? ഒരുമിച്ച് പോവാം. ഉഖ്തി ലൻ അദ്ഹബ ഇലാ അയി മകാനിൻ ആഖർ. ഞാന് വേറൊരു സ്ഥലത്തേക്ക് പോകില്ല കേട്ടോ സഹോദരി, ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകില്ല. ബൽ സൗഫ ഉഖീമു ഇൻദകി ശുക്രൻ. പക്ഷെ ഇൻഷാല്ലാ ഞാൻ എന്ത് ചെയ്യും? നിന്റെ അടുക്കൽ തന്നെ നിൽക്കും. ഓക്കെ. ശുക്രൻ ജസീലൻ അലാ ഹാദിഹി ദഅവ. നീന്റെ ഈ ഒരു ക്ഷണത്തിന് വളരെ നന്ദി. ലൻ നദ്ഹബ ഇലാ മക്കാനിൻ ആഖർ. ഓക്കെ, നമുക്ക് വേറെ എവിടെയും പോകണ്ട. ഗൈറ ഹാദിഹിൽ അമാകിൻ താരീഖിയ്യ കൈ ലാ തദഅബ കസീറൻ. ഈ ഒരുപാട് ക്ഷീണിക്കാതിരിക്കാൻ വേറെ എവിടെയും നമുക്ക് പോകണ്ട. കൈ ലാ തദഅബ. ഓക്കെ. ലൻ നദ്ഹബ, അത് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള സാധനങ്ങൾ അതൊക്കെയാണ് കേട്ടോ. ലൻ നദ്ഹബ, കൈ ലാ തദഅബ. ഓക്കെ, അത്ര വാക്കുകള്. ഈ കസീറൻ, നീ ധാരാളം ടയർഡാവുന്നത്, ഒരുപാട് ടയർഡ് ആവാതിരിക്കാൻ നമുക്ക് വേറെ എവിടെയും പോകില്ല. യുസ്അദുനി അൻ അകൂന അക്കൂനു എന്നുള്ളതിന് അൻ വന്നപ്പോ അക്കൂന. യുസ്അദുനി സന്തോഷിപ്പിക്കുക, അക്കൂന ളൈഫൻ ഇൻദകി ബിദൂനി അൻ ഉസ്ഇജക ബിൽ ഇഖാമ. നിന്റെ അടുക്കല് കുറെ എന്താ പറയാ, കുറെ നിന്നിട്ട് നിന്നെ ഇടങ്ങാറാക്കുക. ഉസ്ഇജാറിനെ ഇടങ്ങാറാക്കുക. ബിൽ ഇഖാമ, നിന്നുകൊണ്ട്. അപ്പൊ എന്താണ്? എന്നെ സന്തോഷിപ്പിക്കുന്നു. അക്കൂന ളൈഫൻ ഇൻദകി, നിന്റെ അടുക്കല് ഒരു അതിഥിയായി നിൽക്കുന്നത്. ബിദൂനി അൻ ഉസ്ഇജക ബിൽ ഇഖാമ, ഞാൻ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കുന്നതിന് മറ്റൊരു രീതിയാണ്.
ഇഖാമത്തി ത്വവീലൻ, ഒരുപാട് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. ത്വവീലൻ എന്നുള്ളത് കളർ മാറിയതുകൊണ്ട് സംശയം വന്നു. അപ്പൊ അതായത് കൂടെ ഉള്ള കേട്ടോ. ഫാത്തിമ, അൻത അസീസുൻ ലദൈന, ഇത് ഞങ്ങളുടെ അടുക്കല് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. ഇഖാമത്തുക മഅന ലൻ യകൂന ബാഇസൻ ലിൽ ഇസ്ആജ്, നീ ഞങ്ങളെ കൂടെ നിൽക്കുന്നത് ബാഇസ് എന്ന് പറഞ്ഞ ഒരു സംഗതിയെ ഉത്തേജിപ്പിക്കുന്നത് അർത്ഥം. ഞങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് ഉത്തേജകം നൽകുന്ന ഒന്നല്ല എന്ത്, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നല്ല നീ ഞങ്ങളെ കൂടെ നിൽക്കുക എന്നുള്ളത് എന്ത് ചെയ്തു, അവരെന്റെ കൂടെ പറഞ്ഞു. ഒരു 34-ാമത്തെ പാടാണ്. ഇതിൽ പറയുന്നത് അൽ ഹുറൂഫുൽ മുശബ്ബഹ് ബിൽ ഫിൽ, ഫിലിനോട് സാദൃശ്യമുള്ള ചില അക്ഷരങ്ങളെ കുറിച്ച്, ചില ഹർഫുകളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഏതൊക്കെ നോക്കാം. ആദ്യം അതിന്റെ പുതിയ വേർഡ് അല്ലെങ്കിൽ അത് പ്രാധാന്യമുള്ള കുറച്ച് വേർഡുകൾ നോക്കാം. ഇന്ന, അന്നക, അന്ന, ലകിന്ന, ലൈത, ലഅല്ല. ഓക്കെ, നമ്മള് അഫ്ആലു നാഖിസ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചത് നേരത്തെ കാന അഖ്വാത്ത്. അതേപോലെ തന്നെ ഇന്ന അഖ്വാത്ത് വേറെ വരുന്നുണ്ട്. ഓക്കെ, അതും ഈ പാഠത്തിലാണ് എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത്. അത് നോക്കാം ഏതൊക്കെയാണുള്ളത്. അൽ ഇംറാത്തൂർ അൽ മുഗലി എന്ന് പറഞ്ഞാല്, മുഗുലി എന്ന് പറഞ്ഞാല് മുഗൾ എംപയർ. വിക്ര എന്ന് പറഞ്ഞാൽ സ്മരണ. യതലഅു തിളങ്ങുന്ന. അൽ ലയാലി അൽ മുഖമ്മിറ, ചന്ദ്രൻ ഉള്ള രാത്രി എന്നർത്ഥം. ദെൻ തലവുസ് മാലിന്യം. തുഖീമു എന്താ പറയാ, സ്ഥാപിക്കപ്പെടുന്നു. യുസീഉ ഇല, അല്ലെങ്കിൽ യുസീഉ എന്ന് പറഞ്ഞ ഒരു സംഗതി മോശമാക്കുക എന്നർത്ഥം. ഇസാലത്ത് നീക്കം ചെയ്യാം. താജ് മഹൽ, ഇന്ന താജ് മഹൽ മിൻ അജ്മലിൽ മബാനി ഫിൽ ആലം. താജ്മഹല് ലോകത്തിലെ തന്നെ വലിയ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളിൽ ഒന്നാണ്. മിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിലൊന്ന് അർത്ഥം വന്നത് കേട്ടോ, അതിൽപ്പെട്ടതാണ് അർത്ഥം. ബനാഹുൽ ഇംറാത്തൂർ മുഗുലു ഷാജഹാൻ, അത് നിർമ്മിച്ചത് ആരാണ്? മുഗൾ എംപയർ ഷാജഹാൻ ആണ് അത് നിർമ്മിച്ചത്. ഫി ദിക്റ സൗജത്തിഹി അൽ ഹബീബ മുംതാസ്, അവരുടെ സ്നേഹനിധിയായ ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. ഫിൽ ഖർനി സാബി അഷർ, ഏത് വർഷം? 17-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. യഖഉ താജ് മഹൽ ഫി മദീനത്തി ആഗ്ര അലാ ബുഅദി 3 കിലോമീറ്റർ മിൻ ഡൽഹി, അത് ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 200 കിലോമീറ്റർ അകലെ, ഡൽഹിയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ ഏതോ പാഠത്തിൽ 100 കിലോമീറ്റർ എന്ന് കണ്ടിരുന്നു അല്ലെ, അറിയില്ല, നോക്കാം നമുക്ക്. അതിന്റെ ശരിയായ കണക്ക് ഇപ്പൊ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടുമല്ലോ അല്ലെ. സാജിദ്, സമിഅതു അന്ന താജ് മഹൽ മിനൽ അജായിബ് അസ്സബഅ ഫിൽ ആലം, ഞാൻ കേട്ടത് ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ എന്നാണല്ലോ. 18 അത്ഭുതം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഏതോ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, കുറച്ച് പഴയ ബുക്കാണ്. ഹാമിദ്, സഹീഹുൻ യാ സദീഖി, അതെ ശരിയാണ് എന്റെ കൂട്ടുകാരാ. വഇന്നഹു യതലഅലഉ ഫിൽ ലയാലി അൽ മുഖമ്മിറ കഅന്നൽ ബദർ നസല അലൽ അർദ്. കഅന്ന, ഇവിടെ ഒരു പ്രയോഗം വന്നു. കഅന്നൽ ബദ്റ നസല അലൽ അർദ്. കഅന്നൽ ബദ്റു അല്ല, കഅന്നൽ ബദ്റ. ഓക്കെ, ചന്ദ്രൻ ഭൂമിയിലേക്ക് ഇറങ്ങിയതുപോലെ ചന്ദ്രനുള്ള രാത്രികളിൽ എന്ത് ചെയ്യും, അത് അങ്ങനെ തിളങ്ങും. വഇന്നഹു യതലഅല, കണ്ടാത്തൊന്നും ചന്ദ്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്, അങ്ങനെ അത് എന്ത് ചെയ്യും, പ്രകാശപൂരിതമായിരിക്കും. ലാക്കിൻ സ്വദീഖി അഖ്ബറനി, പക്ഷെ എന്റെ കൂട്ടുകാരൻ എന്നെ അറിയിച്ച് അന്ന തലവ്വുസ് ഹൗല താജ്, ഈ താജ്മഹലിന്റെ ചുറ്റുമുള്ള മാലിന്യങ്ങൾ ഉണ്ടല്ലോ, അന്ന തലവ്വുസ, എന്നെ വന്ന് ഹൗല താജ് യുസീബു ഇലാ ജമാലിഹി, അത് അതിന്റെ സൗന്ദര്യത്തെ എന്ത് ചെയ്യുന്നു, മോശപ്പെടുത്തുന്നു, അതിന് ചുറ്റുമുള്ള മാലിന്യങ്ങൾ. ഹാമിദ്, സഹീഹ്, ശരിയാണ്. ലഅല്ല ഹുക്കൂമത്ത, ലഅല്ല ആയിരുന്നെങ്കിൽ, ഓക്കെ, ആയിരുന്നെങ്കിൽ എന്നല്ല, ആയേക്കാം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും കേട്ടോ. ലഅല്ല ഹുക്കൂമത്ത തുഫക്കിറു ഫി ഇസാലത്തിഹി ഫി അഖ്റബി വഖ്തിൻ മുംകിൻ, ഈ ഗവൺമെന്റ് എന്ത് ചെയ്തേക്കാം,
അടുത്ത് തന്നെ അത് നീക്കം ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കിയേക്കാം. ഈ അക്രബി വക്തിൻ മുംകിൻ, as soon as possible എന്നർത്ഥത്തിൽ കേട്ടോ. ലൈതനി അസൂറു ഹാദൽ ബിനാ അത്തിദ്കാരി ഫി ലൈലത്തിൻ മുഖ്മിറത്തിൻ. സാജിദ് പറയാണ്, ഞാൻ സന്ദർശിച്ചിരുന്നെങ്കിൽ, ലൈതനി അസൂറു, എനിക്ക് സന്ദർശിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഹാദൽ ബിന, ഈ കെട്ടിടം, അത്തിദ്കാരി, ഈ സ്മരണ ഗോപുരം, ഫി ലൈലത്തിൻ മുഖ്മിറത്തിൻ, ഒരു ചന്ദ്രനുള്ള രാത്രിയിൽ, നഅം ഇന്ന ജമാലഹു യസ്ദാദു ഫി ലൈലത്തിൽ മുഖ്മിറ, അതെ, അതിന്റെ ഭംഗി ഈ ചന്ദ്രനുള്ള രാത്രിയിൽ വളരെ എന്താണ് വർദ്ധിച്ചു വരും, യസ്ദാദ് വർദ്ധിക്കും. സാജിദ്, സമിഅ്തു അന്ന മുശാഹദത്തുഹു ഫി ലൈലത്തിൽ മുഖ്മിറത്തി അംറുൻ സഅബുൻ, ഈ ചന്ദ്രനുള്ള രാത്രിയിൽ അത് കാണാൻ പോവാന്നുള്ളത് വളരെ പ്രയാസമേറിയ ഒരു സംഗതിയാണെന്ന് ഞാൻ കേട്ടല്ലോ. നഅം, തീർച്ചയായും അതെ. لأن عدد كبير أن عددا كبيرا من السياح سائح سوائح സുയ്യാഹ്, ഇതൊക്കെ എന്താണ് യാത്രക്കാരൻ, ടൂറിസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. യസൂറുഹു ഫി തിൽക്കൽ ലൈല, ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ താജ്മഹല് ആ രാത്രിയിൽ എന്ത് ചെയ്യും, ആ രാത്രികളിൽ, ചന്ദ്രനുള്ള രാത്രികളിൽ സന്ദർശിക്കാൻ തിരക്ക് കയറും. അതുകൊണ്ട് അത് ആ ദിവസങ്ങളിൽ സന്ദർശിക്കുക എന്നുള്ളത് പ്രയാസമേറിയ സംഗതി തന്നെയാണ്. ഇനി 35-ാമത്തെ ചാപ്റ്റർ അൽ അസ്മാഉൽ മൗസൂല. മൗസൂലില്ലേ, അല്ലദി, അല്ലദാനി, അല്ലദി, അല്ലദീന, അല്ലദീന, അല്ലദൈനി, അല്ലത്തി, അല്ലത്താനി, അല്ലത്തേനി, അല്ലാത്തി, ഇതൊക്കെ ആണ് എന്ത് ചെയ്യുന്നത് അസ്മാഉൽ മൗസൂലയുടെ കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ ആ പാഠത്തിൽ വരുന്ന പുതിയ വേർഡ് മത്താം. മത്താം നമ്മൾ പുതിയ വേർഡ് എന്നല്ലല്ലോ, പഴയ വേർഡ് എന്നല്ലേ, അറിയാവുന്നതാണ്. എന്താണ് വേർഡ്? ഹോട്ടൽ എന്നുള്ള, അല്ലെ, ഭക്ഷണത്തിന് റെസ്റ്റോറന്റ് എന്നുള്ള മീനിങ് ആണ് മത്താമിന്. ഹോട്ടൽ എന്നല്ല, റെസ്റ്റോറന്റ്. ഇത്തസലബി എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ഫോൺ വിളിക്കുന്നതിനാണ് ഇത്തസലബി എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത്. തൊലബ, ആവശ്യപ്പെട്ടു. വസല, എത്തി. ജർസൂൻ, ജർസൂൻ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ഒന്ന് നോക്കണം, അത് നമുക്ക് നോക്കാം. കുറച്ച് വാക്കുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഗ്രൂപ്പിൽ അയച്ചാൽ മതി. ഞാൻ അതിന്റെ അർത്ഥങ്ങൾ ഗ്രൂപ്പിൽ അയച്ചോളാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ അയക്കണം. ക്ലാസ് കേൾക്കുന്നുണ്ടോ എന്നുള്ളതോട് അറിയാം എങ്ങനെയാണ്. ആ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നത് ക്ലാസ് കേട്ടിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ ആരും ക്ലാസ് കേട്ടില്ല എന്നും എന്ത് ചെയ്യാം, എന്ന് മനസ്സിലാക്കാം. ഫാത്തൂറ, ബില്ല്, അസീറ, അസീർ, അസീർ യാനി ജ്യൂസ്. ബുൽദാന് ബലത്തിന്റെ ജമ്മാണ്, നേരത്തെ പഠിച്ച വാക്കാണ്. ഓക്കെ. മറ്റാം, റെസ്റ്റോറന്റ്. സാഫറത്തു, സാഫറത്ത് ഉസ്രത്തു അലി, അലിയുടെ കുടുംബം യാത്ര പോയി. ഇല മുംബൈ, മുംബൈയിലേക്ക്. ലിഉസ്ബുഇൻ, ഒരാഴ്ചയിലേക്ക് വേണ്ടി. വബഖിയ അലിയുൻ വഹീദൻ ഫിൽ ബൈത്ത്, അലി അങ്ങനെ എന്ത് ചെയ്തു, വീട്ടിലൊറ്റക്കായി. ഫി യൗമിൽ അഹദി, ഞായറാഴ്ച. അറാദ അൻ യദ്ഹബ ഇലൽ മതാമിൽ അറബി, അറബിക് റെസ്റ്റോറന്റിലേക്ക് പോവാൻ അവൻ ആഗ്രഹിച്ചു, ഉദ്ദേശിച്ചു. അല്ലദീ യഖഉ ഫീ മിൻതഖത്തിൻ നദീഫത്തിൻ, അതെവിടെ സ്ഥിതി ചെയ്യുന്നത്, നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അറബിക് റെസ്റ്റോറന്റിൽ പോവാന്ന് അവൻ ആഗ്രഹിച്ചു. ഖരീബത്തും മിൻ ബിഅത്തിൻ മിൻ ബൈത്തിഹി, അവന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു നല്ല സ്ഥലത്തുള്ള, നദീഫായിട്ടുള്ള സ്ഥലത്തുള്ള അറബിക് റെസ്റ്റോറന്റിൽ പോകാൻ തീരുമാനിച്ചു. ഈ തനാവുലിൽ ഖദ, എന്തിനു വേണ്ടിയിട്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഓക്കെ. എന്നിട്ടോ വത്തസല അലി ബി അഖീഹി, സോറി, വത്തസല അലി ബി ഉഖ്തിഹി, അവൻ തന്റെ സഹോദരി എന്ത് ചെയ്തു, കോൾ ചെയ്തു, ഫോൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞത്, അല്ലത്തി തസ്കുറു ഫി മക്കാനിൻ ആഖർ, വേറെ എവിടെയോ താമസിക്കുന്ന ഒരു സ്ഥലത്തുള്ള സഹോദരിയെ വിളിച്ചു. വതലബ മിൻഹാ അൻ തതനാവലൽ ഗദാഅ മഅഹു, അവന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് അവരെയും കൂടി എന്ത് ചെയ്തു, വിളിച്ചു. ദഖല അലിയുൻ അൽ മത്അമ മഅ ഉഖ്തിഹി, അങ്ങനെ സഹോദരന്റെ അപ്പുറം എന്ത് ചെയ്തു, അവൻ റെസ്റ്റോറന്റിൽ കയറി. കാനൽ മത്അമു മുസ്ദഹിമൻ മലീഅൻ ബിന്നാസ്, മുസ്ദഹിമൻ തിരക്കേറിയത്, മലീഅൻ ബിന്നാസ് ജനങ്ങളാൽ നിറഞ്ഞതായിരുന്നു. വസലത് ജമാഅത്തുൻ മിനൽ ബനാത്തിൽ അജ്നബിയാത്തി അല്ലാത്തി ജിഅ്ന മിൻ ലണ്ടൻ ഇലാ ഹദൽ മത്അം, ലണ്ടനിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് വിദേശികളായിട്ടുള്ള ഗേൾസ്, കുട്ടികൾ എന്ത് ചെയ്തു, ലണ്ടനിൽ നിന്ന് വന്നിട്ടുള്ളതായിട്ടുള്ള, അല്ലാത്തി ജിഅ്ന മിൻ ലണ്ടൻ, അവിടെ അല്ലാത്തി നോക്കണം, നമ്മൾ പഠിക്കാനുള്ള ഭാഗം അതാണല്ലോ, അത് അല്ലാത്തി എന്ന് പറയും. ഒരുപാട് സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന ഏതാ വാക്ക്, അല്ലാത്തി എന്നുള്ളതാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, അവര് വന്നിട്ടുണ്ട് ഈ ഹോട്ടലിലേക്ക്. ജലസത്തിൽ ബിൻതാനി, അപ്പൊ ബിൽത്താനി ആവുമ്പോ അല്ലത്താനി എന്ന് ഉപയോഗിച്ചു. ബിൻതാനി അല്ലത്താനി ജാഅത്താമിൻ ഫറൻസ, ഫ്രാൻസിൽ നിന്ന് വന്ന രണ്ട് പെൺകുട്ടികൾ. അല മാഇദത്തി, അമാമ മാഇദത്തി അലി,
ഡൈനിങ് ടേബിൾ. അപ്പൊ അലിന്റെ ടേബിളിന്റെ മുൻപിലുള്ള ടേബിളിൽ ഫ്രാൻസിൽ നിന്ന് വന്ന രണ്ട് കുട്ടികൾ, പെൺകുട്ടികൾ ഇരുന്നു. ഹുനാക കതീറും മിന സുവാർ, ഒരുപാട് സന്ദർശകരുണ്ട്. അല്ലദീന ജാഉ മിനൽ ബുൽദാനിൽ മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായിട്ടുള്ള നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള. വമിൻ ബൈനിഹിം അൽ വലദാനി അല്ലദാനി, അവരുടെ കൂട്ടത്തിനിടയിലുണ്ട് രണ്ട് ആൺകുട്ടികൾ. അല്ലദാനി ജാഅ മിനൽ ഉർദു, ജോർദാനിൽ നിന്ന് വന്നിട്ടുള്ള രണ്ട് ആൺകുട്ടികളുണ്ട്. നാദ അലിയുൻ അൽ ജർസൂന, അലി എന്ത് ചെയ്തു? ജർസൂനെ വിളിച്ചു. ജർസൂൻ എന്ന് പറഞ്ഞപ്പോ അർത്ഥം കിട്ടും, അതാണ് വെയിറ്റർ എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, വെയിറ്ററെ വിളിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? അഹ്ല വസഹലൻ അയ്യത്തു ഖിദ്മത്തിൻ, അയ്യത്തു ഖിദ്മത്തിൻ. നമ്മൾ നേരത്തെ നമ്മളോട് ചോദിക്കാൻ പറഞ്ഞ വാക്ക് ഏതായിരുന്നു? ജർസൂൻ തന്നെയാണോ? യെസ്, ജർസൂൻ ആണ്. ശരി. അപ്പൊ എന്തായാലും ചോദിച്ചോളൂ കേട്ടോ. നിങ്ങൾ കേട്ടണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് അതാണ്. ഇപ്പൊ ലൈവ് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ ഗ്രൂപ്പിൽ. ഓക്കെ. علي نريد اللحم والأرز والكباب والخبز وعصير البرتقال. ഓ, കുറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നുരീദു ലഹ്മ, നമുക്ക് ഇറച്ചി വേണം. എന്തൊക്കെ വേണം? പിന്നെ റുസ്, റൈസ് വേണം. കബാബ് വേണം. റൊട്ടി വേണം. ദെൻ ഓറഞ്ച് ജ്യൂസ് വേണം. യാ മർഹബൻ ലക ഫൗറൻ. ഓക്കെ, എല്ലാം ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വാഗതം, വെൽക്കം. ഐ വിൽ ബ്രിങ് യു എവറിത്തിങ്, എല്ലാം ഞാൻ കൊണ്ടുതരാം. പെട്ടെന്ന് തന്നെ, ഫൗറൻ എന്നാ പെട്ടെന്ന്. അഹ്ലർ ലന അൽ കബാബ വൽ ഖുബ്സ ഫൗറൻ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? വേഗത്തിൽ തന്നെ കബാബും റൊട്ടിയും എന്ത് ചെയ്തു? ഫസ്റ്റ് കൊണ്ടുവന്നു. അഹ്ലർ അൽ ജർസൂനു അശ്ശൈഅൈൻ അല്ലദൈനി തലബഹുമാ അലിയുൻ അവ്വലൻ. അലി ആദ്യം ആവശ്യപ്പെട്ടിട്ടുള്ള രണ്ട് സംഗതി എന്ത് ചെയ്തു? ജർസൂന് കൊണ്ടുകൊടുത്തു. തനാവല അലി വ ഉഖ്തുഹു അത്അമ വതലബൽ ഫാതൂറത മിനൽ ജർസൂൻ. അങ്ങനെ രണ്ടുപേരും അത് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഈ വെയിറ്റർ എടുത്ത് എന്ത് ചെയ്തു? ബില്ല് ആവശ്യപ്പെട്ടു. വദഫഅൽ മബ്ലഗ, എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ പേയ്മെന്റ് നടത്തി. ദഫഅൽ മബ്ലഗ എന്ന് പറയാം കേട്ടോ. ആ എമൗണ്ട് പേ ചെയ്തു എന്നുള്ളതിന് ദഫഅൽ മബ്ലഗ എന്ന് പറയും. വഖറജ മിനൽ മത്താം, എന്നിട്ട് അവരെന്ത് ചെയ്തു? ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി 36-ാമത്തെ ചാപ്റ്റർ ആണ്. അദവാത്തു ഷർത്താണ്. ഷർത്തിന് ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളെ കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിൽ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആരൊക്കെ ലൈവില് ക്ലാസ്സിലുണ്ട് നോക്കട്ടെ ഞാൻ. ഒരാളുണ്ടല്ലോ. ആരാണ് ആള്? റിസ്ന ഫാസിൽ അല്ലേ? അതുണ്ടോ? കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഓണാക്കി പോയതാണോ? റിപ്ലൈ ചെയ്യോ? ആ, ഒരു പോയിന്റ്. ഞാൻ വെറുതെ ക്ലാസ് എടുക്കാണെന്ന് തോന്നുന്നുണ്ട്. റെക്കോർഡിംഗ് എങ്കിലും കേൾക്കായിരിക്കും നിങ്ങള്, ഇൻഷാ അല്ലാഹ്. ഓക്കെ. സ്വാദഖ വഫിയുൻ. സ്വാദഖ എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞു, അല്ലെങ്കിൽ സത്യം പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ ഒരു സത്യസന്ധത പുലർത്തി എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കും സാധക. ദെൻ വഫി എന്ന് പറഞ്ഞ ഒരു സംഗതി പൂർത്തിയാക്കുന്ന ആള്. മുസാഅദത്ത്, സഹായം. യുഹയ്യിബു, യുഹയ്യിബു. ഹയ്യിബുവിന്റെ അർത്ഥം നമുക്ക് സെന്റൻസ് വരുമ്പോ നോക്കട്ടോ. ഇവിടെ വാക്കർത്ഥം എന്താന്നുള്ളത് കിട്ടിയില്ല. ദെൻ റസബ, ഫെയിലായി എന്നർത്ഥം. ഇൽത്തഹഖ, ജോയിൻ ചെയ്തു. അഹ്മല, അവഗണിച്ചു. എൽതസിമു ബി, ഇൽതസമ എൽതസിമു ബി എന്ന ഒരു സംഗതിയെ എന്ത് ചെയ്തു? കൂടെ പിടിച്ചു, അതിന്റെ കൂടെ യാത്ര ചെയ്തു, അല്ലെ ഒരു സംഗതിയോട് കൂടെ ഒരുമിച്ച് പോയി എന്നൊക്കെ അർത്ഥത്തിലാണ് ഇൽതസമ പറയാം. അല്ലെങ്കിൽ ഒരു സംഗതി നിർബന്ധമാക്കി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. സെന്റൻസിൽ വരുമ്പോ കറക്റ്റ് മീനിങ് കിട്ടുള്ളൂ. അൽ മുറൂർ, നിയമങ്ങൾ, ട്രാഫിക് നിയമങ്ങൾക്കാണ് മുറൂർ എന്ന് പറയാം. പിന്നെ ഇജ്താസ, ഇജ്താസിന്റെ അർത്ഥവും സെന്റൻസിൽ വരുമ്പോ പറയാം. ഇഷാറത്തുൽ ഹംറ, റെഡ് സിഗ്നൽ. ഖറാമത്ത്, ഫൈൻ. ഓക്കെ, അപ്പൊ അതിൽ ഇജ്താസ നമുക്ക് നോക്കാം. ഇൻഷാ അല്ലാഹ്. അതേപോലെ ചോദിച്ചോളൂ കേട്ടോ, ഗ്രൂപ്പിൽ ചോദിച്ചോളൂ. അഥവാ ഞാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ. മൻ യസുർ ഹാമിദ്. ഇവിടെ മൻ എന്നുള്ളത് ഷർത്തിന്റെ മന്നാണ്. സാധാരണ മൻ വരാറുള്ളത് ആര് എന്ന് ചോദിക്കാനാണ്. ഇവിടെ വന്നിട്ടുള്ളത് ഒരു സംഗതി ആര് ചെയ്തോ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു മന്നാണ് ഇവിടെ. മൻ യസുർ, ആര് സന്ദർശിച്ചോ, ഹാമിദൻ
ഹാമിദിനെ യുക്രിമുഹു അവൻ എന്ത് ചെയ്യും ആദരിക്കും. വമൻ യതസാദഖ് മഅഹു ആരവനോട് സത്യസന്ധത പുലർത്തുന്നുവോ യജിദുഹു വഫിയ്യ അവൻ എന്ത് ചെയ്യാം അവനെ അത് ആ ഒരു ഒരു സിദ്ക്ക് അവനെ ഏൽപ്പിച്ചാൽ ഒരു സംഗതി അവനെ ഏൽപ്പിച്ചാൽ ഒരു അമാനത്തെ ഏൽപ്പിച്ചാൽ അവൻ എന്ത് ചെയ്യും അത് പൂർത്തിയാക്കുന്നതായിട്ട് കാണാം. മുഖ്ലിസൻ അതേപോലെ തന്നെ ആ ഒരു സംഗതിയിൽ മുഖ്ലിസും ആയിരിക്കും. മുഖ്ലിസ് എന്ന് പറഞ്ഞാല് ആത്മാർത്ഥതയുള്ളവനായിട്ട് കാണാം. അപ്പൊ മത്താ തുനാദിഹി എപ്പൊ നീ അവനെ വിളിക്കുന്നുവോ യുജിബുക്ക അവൻ നിനക്ക് ഉത്തരം നൽകും. കൈഫമാ തുആമിലുഹു കൈഫമാ എന്നുള്ള ഇതൊക്കെ മത്താ മൻ എന്നുള്ളതൊക്കെ എന്താണ് ഈ പറഞ്ഞ ഷർത്തിന് ഉപയോഗിക്കുന്നതാണ്. കൈഫമാ തുആമിലുഹു എങ്ങനെയാണോ അവിടെ ഇത് വന്നാല് ഈ ഷർത്തിന്റെ അക്ഷരങ്ങൾ വന്നാൽ ശേഷം വരുന്ന ഫീല് മുളാരി ആണെങ്കിൽ അതിന് ജസ്മ് ചെയ്യണം കേട്ടോ. അപ്പൊ കൈഫമാ തുആമിലുഹു നീ എങ്ങനെയാണോ അവനോട് പെരുമാറുന്നത് യുആമിൽക മഅൻ യുആമിൽക അവൻ നിന്നോടും അതുപോലെ തന്നെ എന്ത് ചെയ്യും പെരുമാറും. വഇൻ തദ്ഉഹു ഇൻ തദ്ഉഹു നീ അവനെ വിളിക്കുകയാണെങ്കിൽ ഇലാ ബൈതിക എന്റെ വീട്ടിലേക്ക് യസുർക അതിന്റെ ഉത്തരം ആ ഷർത്തിന്റെ ഉത്തരം ഷർത്തിനൊക്കെ ഒരു ജവാബ് ഉണ്ടാവും. ആ ജവാബ് എന്ത് ചെയ്യും സുക്കൂൻ തീർത്താണ് വരിക. അപ്പൊ നീ വിളിക്കുകയാണെങ്കിൽ യസുർക അവൻ നിന്നെ സന്ദർശിക്കും. ഇൻ തുഹ്സിൻ ഇലൈഹി നീ അവനോട് നന്നായി പെരുമാറുകയാണെങ്കിൽ യഷ്കുർക അവൻ നിനക്ക് നന്ദി കാണിക്കും നിന്നോട് നന്ദി പറയും. വൈൻ തത്ലുബ് മുസാഅദതഹു നീ അവനോട് സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ ഫലൻ യുഖയ്യബ് ظنك ഫലൻ യുഖയ്യിബ ظنك യുഖയ്യിബ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിടെയും കിട്ടിയിട്ടില്ല. മോശമാക്കുകയില്ല അല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്നതിന്റെ അപ്പുറം എന്താ പറയാ നീ ഒരു ഉദ്ദേശിച്ച ഒരു സംഗതി അവൻ ഇല്ലാതാക്കുകയില്ല അവൻ മോശമാക്കുകയില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എന്ന് തോന്നുന്നു. നമുക്ക് അതെന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇദാ നജഹ്ത ഫിൽ ഇംതിഹാനി നീ ഇതാ എന്നുള്ളത് ഇതേപോലെ ഷർത്തിന് ഉപയോഗിക്കുന്നതാണ്. ഷർത്തിന് പറഞ്ഞ ഒരു സംഗതി ചെയ്താൽ അപ്പുറത്ത് മറ്റെന്തോന്ന് സംഭവിക്കും എന്ന് പറയാൻ വേണ്ടി ഷർത്തും ജവാബും പറയുന്നത്. അങ്ങനെ ആക്കിയാൽ ഇങ്ങനെയാവും എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന സംഗതികൾ. ഇദാ നജഹ്ത ഫിൽ ഇംതിഹാൻ ഫഹ്മദില്ല നീ പരീക്ഷയിൽ ജയിച്ചാൽ ഫഹ്മദില്ല നീ അള്ളാഹുവിനെ സ്തുതിക്കുക. വൈൻ റസബ്ത നീ പരാജയപ്പെട്ടാൽ ഫസ്ബിർ നീ ക്ഷമ അവലംബിക്കുക. വാസിൽ ദിറാസത്തക്ക നിന്റെ പഠനം തുടരുക. വൈൻ സബർത്ത നീ ക്ഷമിച്ചാൽ ഫഇന്നല്ലാഹ മഅക് തീർച്ചയായും അള്ളാഹു നിന്റെ കൂടെയുണ്ട്. വഇൻ ലം യസ്ബിർ അവൻ ക്ഷമിക്കുന്നില്ല എങ്കിൽ ഫലൈസ ബിമുഅ്മിനിൻ ഹഖൻ അവൻ ഒരിക്കലും സത്യവിശ്വാസിയല്ല. യഥാർത്ഥത്തിൽ അവൻ സത്യവിശ്വാസിയല്ല. ഹഖൻ എന്ന സത്യത്തിൽ യഥാർത്ഥത്തിൽ നിൽക്കും. ഇതാ അറത്ത തഅല്ലുമൽ അറബിയ നീ അറബി ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഫൽതഹഖ് ബിൽ ജാമിഅ അൽ മില്ലിയ അൽ ഇസ്ലാമിയ ജാമിഅ മില്ലിയ ഇസ്ലാമിയയിൽ ജോയിൻ ചെയ്യുക. ഔ അയ്യി ജാമിഅത്തിൻ മർകസിയത്തിൻ ഉഖറ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. വഇൻ തഅല്ലംതൽ അറബിയ നീ അറബി പഠിച്ചാൽ ഫഇന്ന അബ്വാബൽ മഅരിഫത്തി തകൂനു മഫ്തൂഹത്തൻ അമാമക ഈ അറിവിന്റെ പല വാതിലുകളും നിനക്ക് മുമ്പിൽ എന്ത് ചെയ്യും തുറക്കപ്പെടും. മൻ ഇജ്തഹദ ഫി ദിറാസതിഹി ആര് അവന്റെ പഠനത്തിൽ ഇജ്തഹദ എന്ന് പറഞ്ഞാല് പിന്നെ പരിശ്രമിച്ചോ ആര് പരിശ്രമിക്കുന്നുവോ ഫസൗഫ യഫ്റഹു ബിനജാഹിഹി അവൻ അതിന്റെ വിജയം കൊണ്ട് സന്തോഷിക്കുകയും ചെയ്യും. വമൻ അഹ്മല ഫീഹ ആരതിനെ അവഗണിച്ചോ ഫസയന്തമു അവൻ കുറച്ച് കഴിയുമ്പം സങ്കടപ്പെടുകയും ചെയ്യും. മൻ ഗാബ അനിൽ ഫസ്ലി ആര് ക്ലാസ്സിൽ നിന്ന് ആബ്സെന്റ് ആവുന്നുവോ ഫലൻ യനാല ഇഅജാബൽ ഉസ്താദ് അവന് അധ്യാപകന്റെ അത്ഭുതങ്ങളിൽ ഒന്നും ലഭിക്കുകയില്ല. ലൻ യനാല ലഭിക്കുകയില്ല. മൻ ഗാബ ലൻ യനാല മൻ ഖാന സദീഖഹു ഫഖദ് ഖാന നഫ്സഹു ആര് തന്റെ കൂട്ടുകാരനെ വഞ്ചിച്ചുവോ അവൻ സ്വന്തത്തെ വഞ്ചിച്ചിരിക്കുന്നു. ഇല്ലം തുക്രിമിൽ നാസ ഫമാ യുക്രിമുക അഹദൻ നീ ജനങ്ങളെ ആദരിക്കുന്നില്ല എങ്കിൽ ജനങ്ങൾ നിന്നെ എന്ത് ചെയ്യില്ല ആദരിക്കുകയില്ല. മൻ യൽതസിം ബിൽ ഖവാനീൻ അൽ മുറൂർ ഫസയഅ്മൻ അൽ മക്റൂഹ് ഫസയഅ്മനുൽ മക്റൂഹ് ആര് ട്രാഫിക് നിയമങ്ങളെ പാലിക്കുന്നുവോ അവൻ എന്ത് ചെയ്യും മോശപ്പെട്ട വെറുക്കപ്പെട്ട സംഗതികളിൽ നിന്ന് എന്ന് പറഞ്ഞ ആക്സിഡന്റ് പോലെയുള്ള സംഗതികളിൽ നിന്ന് എന്ത് ചെയ്യും രക്ഷപ്പെടും. വമൻ ഏത്
ഏത് ഏത് ഡ്രൈവർ യജ്താസുൽ ഇഷാറത്തുൽ ഹംറ അതിര് കടക്കുന്നു, അൽ ഇഷാറത്തുൽ ഹംറ കടന്നു പോകുന്നുവോ ഫസയദ്ഫഉ അൽ ഖറാമ, അവൻ എന്ത് ചെയ്യും? ഫൈന് അടയ്ക്കും. അപ്പൊ ഇജ്താസ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ അതിര് കടന്നു പോവാന്നുള്ളതാണ് ഇജ്താസ എന്ന് പറയുന്നത് കേട്ടോ. ഇനി 37ാമത്തെ പാഠം. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് സ്പീഡ് പോകുന്നത് കേട്ടോ. മഹത്തത്തുൽ ഖിത്താർ മക്തബുൽ ഇസ്തിഅലാമാത്ത്. മഹത്തത്തുൽ ഖിത്താർ എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ. മക്തബുൽ ഇസ്തിഅലാമാത്ത് എന്ന് പറഞ്ഞാല് ഇൻഫർമേഷൻ ഓഫീസ്. താബൂറുൻ ഒരു എന്താ പറയാ, നമ്മൾ ട്രെയിനിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതില്ലേ, 8 ആളുകൾക്ക് ഇരിക്കാൻ കൂപ്പാന്നോ അങ്ങനെ എന്തോ പറയാനും മലയാളത്തില്, അല്ല കമ്പാർട്ട്മെന്റ് എന്നൊക്കെ രീതിയിൽ വേണേൽ പറയാം. ദൗറ് ദൗറ് 2 രീതിയിൽ പറയും. സ്റ്റേജസ് എന്നുള്ള, അദ്വാർ എന്നുള്ള രീതിയിൽ പറയും. സ്റ്റേജ് ഒരു ഘട്ടം എന്നുള്ളത് നമുക്ക് നോക്കാം. അത് ആശയം കിട്ടണമെങ്കിൽ കറക്റ്റ് സെന്റൻസ് കിട്ടണം. മൗഇദ് ഒരു ലക്ഷ്യസ്ഥാനം, നിർണയിക്കപ്പെട്ട സ്ഥലം എന്നൊക്കെ അർത്ഥം. റസീഫ് പ്ലാറ്റ്ഫോം, ഹഷബിയുൻ എന്ന് പറഞ്ഞ മരത്തടികളുടെ ഉള്ള സംഗതിക്കാണ് ഹഷബി എന്ന് പറയാം. ഫജ്അത്ത് പെട്ടെന്ന്, ഷെൻത ബോക്സ്, അവരുടെ കയ്യിലുണ്ടാകുന്ന ലഗേജ് ബോക്സ് ഇല്ല, അതിനാണ് പെട്ടിക്കാണ്, ട്രോളിക്കാണ് ഷെൻത എന്ന് പറയാം. പിന്നെ മുത്തഫർറിജുൻ, മുത്തഫർറിജുൻ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഒരു ഗതിയെ അകറ്റുന്നവൻ അല്ലെങ്കിൽ വേർതിരിക്കുന്നത് എന്നൊക്കെ അർത്ഥം. നമുക്ക് സെന്റൻസ് വരുമ്പോ നോക്കട്ടോ. കുറച്ച് വാക്കുകളുടെ അർത്ഥങ്ങൾ നോക്കാനുണ്ട്. ഞാൻ ഒരുമിച്ച് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ചില ഭാഗങ്ങളുടെ അർത്ഥം ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ട് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ വാക്കുകൾ അങ്ങനെ വിട്ടുവിട്ട് പോകുന്നത്. സോ പിന്നെ മറ്റൊന്നല്ല, നമ്മള് നാളെ എക്സാം ആയതുകൊണ്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, പെട്ടെന്നൊരു ക്ലാസ് എന്നുള്ള നിലയ്ക്ക്. ഞാൻ നേരത്തെ ഓൺലൈൻ എടുക്കണം എന്നൊക്കെ കരുതിയിരുന്നു, പക്ഷെ തിരക്ക് കാരണം എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ സംഗതി ഞാൻ മറന്നുപോയി. സാബിക് മാഷിനെ വിളിച്ച് ഓർമ്മിപ്പിച്ചപ്പോഴാണ് പെട്ടെന്ന് എന്ത് ചെയ്തത്, ഈ ഒരു ക്ലാസ് എടുക്കുന്നതിനെ പറ്റിയിട്ട് ഓർമ്മ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസാന നിമിഷത്തിൽ തിരക്കിട്ടെടുക്കുന്നത്. വഹബ്തു ഇല മഹത്തത്തിൽ ഖിത്താർ. പക്ഷെ നമ്മൾ ഇതിൽ എക്സാമിൽ വരേണ്ട ഭാഗങ്ങളൊക്കെ ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുണ്ട്, നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ പിന്നെ നമുക്കിപ്പോ ബാക്കി കാര്യങ്ങൾ നോക്കാം. വഹബ്തു ഇല മഹത്തത്തിൽ ഖിത്താർ, ഞാന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഡൽഹിയിലെ മാഷിയൻ അലൽ ഖദാം, മാഷിയൻ അൽ ഖദാം, നടന്നുകൊണ്ട്. ഇപ്പൊ ഈ പാഠത്തിൽ ഫോക്കസ് ചെയ്യുന്നത് ഹാൽപർ മബനി, ഹാലിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ മാഷിയൻ എന്നുള്ള വാക്ക് അവിടെ ഉണ്ടല്ലോ, അതെന്താണ് അതിന്റെ അർത്ഥം? അതിനൊരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന, നടന്നവനായിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പോയി. മാഷിയൻ, ദഹബ്തു മാഷിയൻ, നടന്നുകൊണ്ട് ഞാൻ പോയി. സിർത്തു മുതവജ്ജിഹൻ ഇല മക്തബിൽ ഇസ്തിഅലാമാത്ത്, ഞാൻ സഞ്ചരിച്ചു. മുതവജ്ജിഹൻ, മുഖം നേരെയാക്കിക്കൊണ്ട്. എങ്ങോട്ട്? ഇല മക്തബിൽ ഇസ്തിഅലാമാത്ത്, ഇൻഫർമേഷൻ ഓഫീസിന് അഭിമുഖമായിക്കൊണ്ട് ഞാൻ നടന്നു, നീങ്ങി. വഖഫ്തു ഫി താബൂരി മുൻതദിറൻ ഹത്താ ജാഅ ദൗരി. ഓക്കെ, അവിടെ ദൗർ എന്ന് പറഞ്ഞാൽ എന്റെ അവസരം നടന്നു കേട്ടോ. വഖഫ്തു ഫി താബൂർ, വരിയിൽ നിന്നു. മുൻതദിറൻ, കാത്തു നിന്നുകൊണ്ട്. ഹത്താ ജാഅ ദൗരി, അവിടെ ഇൻഫർമേഷന്റെ മുമ്പിൽ കുറെ വരി ക്യൂ ഉണ്ടാവുമല്ലോ, ക്യൂല് ഞാൻ നിന്നു. താബൂർ, ക്യൂ. പിന്നെ ദനൗത്തു മിന ഷുബാക്ക്, എന്നെ കൗണ്ടറിന്റെ അടുത്തെത്തി. വറഅയ്തു അഹദൽ മുവദ്ദിഫീൻ, ഒരു ഓഫീസറെ കണ്ടു. ജാലിസൻ അലൽ കുർസി, ജാലിസൻ അലൽ കുർസി. ഓക്കെ, അതിന്റെ മുമ്പ് മുൻതദിറൻ, ഇതൊക്കെ ഹാലിനെ സൂചിപ്പിക്കുന്ന, അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. ജാലിസൻ അലൽ കുർസി, കസേരയിൽ ഇരിക്കുന്നവനായിക്കൊണ്ട്. ആഖർ, വേറൊരുത്തൻ. വാഖിഫൻ ജൻബഹു, അവന്റെ അരികിൽ നിൽക്കുന്നവനായിക്കൊണ്ട്. സഅൽതു അൻ മൗഇദി വുസൂലി ഷാലിമാർ എക്സ്പ്രസ്, ഷാലിമാർ എക്സ്പ്രസ് എത്തുന്ന സ്ഥലം, അതായത് പ്ലാറ്റ്ഫോമിൽ എത്രാമത്തെ പ്ലാറ്റ്ഫോം എന്നൊക്കെ ചോദിക്കൂലേ, അതിനാണ് മൗഇദ് എന്ന് പറയുന്നത്. എവിടേക്കാണ് അതിന്റെ ഒരു ഇവിടെ നിൽക്കുന്ന സ്ഥലം എവിടെയാണ് എന്ന് ഞാൻ അന്വേഷിച്ചു. അഖ്ബറനി അന്നൽ ഖിത്താർ സയസിൽ മുതഅഖിറൻ ബിസഅതൈൻ, അവരെന്നെ അറിയിച്ചു എന്ത്, ട്രെയിൻ 2 മണിക്കൂർ വൈകിയാണ് എത്തുക എന്നുള്ളത്. റജഅതു ഇല റസീഫി, ഞാൻ അങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. വജലസ്തു അല മഖഅദിൻ ഖശബിയിൻ, ഒരു മരത്തിന്റെ കസേരയിൽ, ഒരു ബെഞ്ചിൽ ഞാൻ ഇരുന്നു. മുഷാഹിദൻ, നോക്കിക്കൊണ്ട്. അൽ മുസാഫിരീനൽ മുവദ്ദിഈൻ, യാത്രയാവുന്ന യാത്രക്കാരെ, വിട പറയുന്ന യാത്രക്കാരെയും നോക്കി ഞാൻ അങ്ങനെ ഇരുന്നു. ഫജ്അതൻ സമിഅതു ഇലാനൻ അൻ വുസൂലിൽ ഖിത്താർ, അങ്ങനെ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു,
ഒരു ഇൻഫർമേഷൻ, ഒരു അനൗൺസ്മെന്റ് കേട്ടു. അൻ വസൂലിൽ ഖിതാരി, ഒരു ട്രെയിനിന്റെ അറൈവലിനെ കുറിച്ച്, എത്തുന്നതിനെ കുറിച്ച്. അല റസീഫി റഖം 4, 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുമെന്ന്. വഖഫ്തു മുസ്രിഅൻ, ഞാൻ എണീറ്റു, പെട്ടെന്ന് എണീറ്റു. മുസ്രിഅൻ, വേഗത്തിൽ എഴുന്നേറ്റു വേഗതയുള്ളവനായിക്കൊണ്ട്. വബാദർത്തു ഇലൽ ഖിതാർ, എന്നിട്ട് ഞാൻ ട്രെയിനിന്റെ അടുത്തേക്ക് സ്പീഡിൽ പോയി. ബാദറ എന്ന് പറഞ്ഞ ഒരു സംഗതിയിലേക്ക് വേഗത്തിൽ ചെയ്യുന്നതാണ് ബാദറ എന്ന് പറയുന്നത്. നസല മിൻഹു സദീഖി, അതിൽ നിന്ന് എന്ത് ചെയ്തു, എന്റെ കൂട്ടുകാരൻ എന്ത് ചെയ്തു, ഇറങ്ങി. വതഖദ്ദമ ഇലയ്യ, എന്റെ അടുക്കലേക്ക് വന്നു. ബാസിമൻ, പുഞ്ചിരിച്ചുകൊണ്ട്. ബാസിമ്, പുഞ്ചിരിച്ച്. വആനഖ്തുഹു, ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു. മുസ്തബ്ശിറൻ, സന്തോഷവാനായിക്കൊണ്ട്. വഅഖദ്തു മിൻഹു ശന്തതഹു, ഞാൻ അവന്റെ അടുക്കൽ നിന്ന് അവന്റെ ലഗേജ് പെട്ടിയൊക്കെ എന്ത് ചെയ്തു, എടുത്തു. ഖറജ്ന മിനൽ മഹത്തത്തി, ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. ഫരിഹീന, സന്തോഷവാന്മാരായിക്കൊണ്ട്. വമശൈന ഇലാ മൗഖിഫി സയ്യാറാത്ത്, എന്നിട്ട് ഞങ്ങള് കാറിന്റെ ടാക്സി സ്റ്റാൻഡിലേക്ക്, കാർ സ്റ്റാൻഡിലേക്ക് തന്നെ ടാക്സി സ്റ്റാൻഡിലേക്ക് പോയി. വറക്കിബ്ന സയ്യാറത്ത, എന്നിട്ട് ഞങ്ങൾ കാറ് കയറി. വതഹറക്ന നഹ്വ മൻസിലിന, ഞങ്ങള് എന്നിട്ട് എന്ത് ചെയ്തു, ഞങ്ങളുടെ വീടിന്റെ അടുക്കലേക്ക് സഞ്ചരിച്ചു. മാറീന ബിബവാബത്തിൽ, മാരീന എന്ന് പറഞ്ഞാല് സഞ്ചരിക്കുന്നവരായിക്കൊണ്ട്, മുറിച്ചു കടക്കുന്നവരായിക്കൊണ്ട്. ബവാബത്തൽ ഹിന്ദ്, ഇന്ത്യ ഗേറ്റ് എന്ത് ചെയ്തിട്ടുള്ള ആ വഴി. മാരീന ബി ബവാബത്തൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ബവാബുൽ ഗേറ്റ് മുറിച്ചു കടക്കുന്നവരായിക്കൊണ്ട്, അതിന്റെ അടുത്ത് കൂടെ സഞ്ചരിക്കുന്നവരായിക്കൊണ്ട് ഞങ്ങൾ പോയി. ഇന്ത്യ ഗേറ്റ് ഒക്കെ അവിടെ അത് എഴുതിയിട്ടുണ്ട്. മുത്തഫർരിജീന അല അൽ മനാദിറിൽ ജമീല മിൻ ഹവാലൈന. മുത്തഫർരിജീൻ എന്ന് പറഞ്ഞാല് അവിടെ ഈ പറഞ്ഞ സന്തോഷവാന്മാർ എന്നുള്ള അർത്ഥം തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ. അലൽ മനാദിറിൽ ജമീലത്തി മിൻ ഹൗലിന, ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെ യാത്ര പോയി. ഇനി 38ാമത്തെ അതില് മഹല്ലാത്തുൽ തിജാരിയുണ്ട്, കച്ചവട കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഷോപ്പ് നടത്തം. മസ്രിഫ്, ബാങ്ക്. മാക്കീനത്തു അസ്സർഫിൽ ആലി, ATM. മുസ്ദഹിൻ, തിരക്കുള്ളത്. പിന്നെ ഫത്രത്തുൽ ഗദ, എന്താ പറയാ, ചെറിയ ഭക്ഷണമല്ലേ, ലഘു ഭക്ഷണത്തിനാണ് ഫത്രത്തുൽ ഗദ. ഹിസാബു തൗഫീഖ്, സേവിങ്സ് അക്കൗണ്ടിനാണ് ഹിസാബ് തൗഫീഖ് എന്ന് പറയുന്നത്. സബാഇൻ, കസ്റ്റമർ. മുബാറാത്ത്, മാച്ച്. ഫരീഖ്, ഗ്രൂപ്പ്, ഒരു ടീം. നിഹായിയും, ഫൈനൽ, അവസാനത്തെ. മുബാറാത്തുൽ ക്രിക്കറ്റ് മാച്ചാണ്. വഹിബ്ബു സിയാറത്തുൽ അസ്വാഖിൽ മഹല്ലാത്തി തിജാരിയ ഇല്ലൽ മസ്റിഫ്, എനിക്ക് എല്ലാ ഷോപ്പിംഗ് കേന്ദ്രങ്ങളും സന്ദർശിക്കുന്നത് ഇഷ്ടമാണ്. അൽ അസ്വാഖു വൽ മഹല്ലാത്ത് തിജാരിയ, മാർക്കറ്റും ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടം. ഇല്ലൽ മസ്രിഫ്, ബാങ്ക് ഒഴികെ. ലിഅന്നഹു മുസ്ദഹമുൻ ദായിമൻ, കാരണം ബാങ്ക് എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും. വഖദ് ഹുല്ലത്ത്, ഇതൊക്കെ മാറിയിട്ടുണ്ടാവില്ലേ ഇപ്പൊ, നമ്മൾക്കൊക്കെ നമ്മുടെ ബാങ്കിങ് സിസ്റ്റങ്ങളൊക്കെ മാറിയപ്പം ബാങ്കിലൊന്നും വല്ലാതെ തിരക്കുണ്ടാവില്ല, ബാക്കിയുള്ളടത്തൊക്കെ ബാങ്കിൽ തിരക്ക്. ലിഅന്നഹു മുസ്ദഹമുൻ ദായിമൻ. വഖദ് ഹുല്ലത്ത് ഹാദിഹിൽ മുഷ്കിലത്തുൽ ആൻ ഹൈസു തമ്മ തൻസീബു മാക്കീനത്തു സർഫിൽ ആലി ബിജൻബി മബ്ന അൽ മസ്രിഫ്. കാരണം എന്താന്ന് പറഞ്ഞാല് ഇപ്പോ ബാങ്കിന്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ATM കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചപ്പോഴാണ് ഇത്ര തിരക്ക് വന്നത്. ആളുകൾ ATM പൈസ എടുക്കാൻ വേണ്ടി കുറെ നേരം നിൽക്കായിരുന്നു. കുറച്ചു കാലം മുമ്പുള്ളതാണ്, നിങ്ങൾക്കൊന്നും വല്ല പരിചയം ഉണ്ടാവില്ല. ATM മുമ്പിൽ എപ്പോഴും ക്യൂ ഉണ്ടാവുമായിരുന്നു. അന്ന് ഇത്ര ATM സുലഭവുമല്ലായിരുന്നു. അപ്പോ ആളുകൾ ATM മുമ്പിൽ കുറെ നിൽക്കായിരുന്നു. ഇപ്പം ഇതായല്ലോ, UPI വന്നതോടുകൂടി അതിന്റെ ആവശ്യമില്ലാതായി മാറി. വഖദ്, പിന്നെ ബിജൻബി മബ്നൽ മസ്റഫ്, ബാങ്ക് കെട്ടിടത്തിന്റെ അടുക്കൽ തന്നെ ഈ പറഞ്ഞ ATM. മാക്കീനത്തു സർഫുൽ ആലി എന്നാട്ടോ ഇത് പറയാ ATM. യുഫ്തഹുൽ മസ്രിഫു അയ്യാമൽ ഉസ്ബുഇ ഇല്ലാ യൗമൽ അഹദ്, ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ വീക്ക് ഡേയ്സിലും എന്ത് ചെയ്യും, ബാങ്ക് തുറക്കും. ويبقى مفتوحا من الساعة 10 إلى 4 إلا ساعة واحدة بين 2 والثالثة. 2 മണിയുടെയും 3 മണിയുടെ ഇടയിൽ 1 മണിക്കൂർ ഒഴികെ രാവിലെ
10 മണി മുതൽ 4 മണി വരെ എന്ത് ചെയ്യും? ഈ ബാങ്ക് ഓപ്പൺ ആയിരിക്കും. ഹീന യുഗ്ലഖു ലി ഫത്രത്തിൽ ഖദാ. ആ 2 മണിന്റെ ഇടയിൽ 4 മണിന്റെ 2ന്റെയും 3ന്റെ ഇടയിൽ 1 മണിക്കൂർ എന്തിനാണ്? യുഗ്ലഖു ലി ഫത്രത്തിൽ ഖദാ. ഓക്കെ, ഫത്രത്ത് എന്ന് പറഞ്ഞാല് സമയം എന്ന് അർത്ഥമുള്ളൂ കേട്ടോ. ലഞ്ച് ടൈം എന്ന് അർത്ഥം. ലഘുഭക്ഷണം എന്നുള്ളതല്ല. ഫത്രത്ത് എന്ന് പറഞ്ഞാല് നേരത്തെ ലഘു എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഫത്രത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്യൂറേഷന് പറയുന്നതാണ് കേട്ടോ. ഫത്രത്ത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു ലഞ്ചിന്റെ ഡ്യൂറേഷൻ അതാണ് ഫത്രത്തിൽ കഥ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ഷമിക്കണം. പത്രത്തിൽ കഥ ലഞ്ച് ടൈമിൽ ഒഴികെയുള്ള ബാക്കിയുള്ള സമയത്തൊക്കെ എന്ത് ചെയ്യും? അത് വരും. അപ്പൊ ചില സംഗതിയുടെ അർത്ഥം കിട്ടണേ നമുക്ക് ആ സെന്റൻസിന്റെ ഉപയോഗത്തിൽ വന്നാലേ അർത്ഥങ്ങൾ കിട്ടുള്ളൂ. അത് മാത്രം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലേക്ക് അർത്ഥം പെട്ടെന്ന് വരില്ല. അല്ലെങ്കിൽ നേരത്തെ വായിച്ച് മനസ്സിലാക്കിയതാണെങ്കിൽ അങ്ങനെ കിട്ടും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം വായിച്ചതാണ്, പിന്നെ ഇതേപോലെ വായിച്ചത്. ശരി. فرع المصرف الهندي بالجامعة لا يسمح أحدا إلا موظفي الجامعة بفتح الحساب به. ഈ ഫറഉൽ മസ്രിഫിൽ ഹിന്ദി, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്കിനാണ് മസ്രിഫിൽ ഹിന്ദി പറയാ. ബിൽ ജാമിയ, ജാമിയ മില്ലിയന്റെ അടുത്തൊരു ഇന്ത്യൻ ബാങ്ക് ഉണ്ട്. അവിടെ ഉണ്ടല്ലോ, ലാ യസ്മഹു അഹദൻ, ഒരാളെയും എന്ത് ചെയ്യില്ല, സമ്മതിക്കുകയില്ല, ഇല്ല മുവദ്ദിഫി അൽ ജാമിഅ ബിഫത്ഹിൽ ഹിസാബി ബിഹി, അവിടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ജാമിയ മില്ലിയയിലെ ജോലിക്കാർ, മുവദ്ദിഫി അൽ ജാമിഅ അല്ലാതെ വേറെ ആരെയും എന്ത് ചെയ്യില്ല, അവിടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ടാ വലിക്കൗനിഹി ഫറഅൻ ഖാസ്സൻ ലാ തൂജദ് ഫീഹി ഇല്ലൽ ഹിസാബാത്ത് അത്തൗഫീഖ്, അവിടെ വലിക്കൗനിഹി അതായതുകൊണ്ട്, ഫറഅൻ ഖാസ്സൻ പ്രത്യേക ഒരു ശാഖയായതുകൊണ്ട്, ലാ തൂജദ് ഫീഹി അതിലില്ല, ഇല്ലാ ഹിസാബാത്തു തൗഫീഖ് സേവിങ്സ് അക്കൗണ്ട് അല്ലാതെ വേറെ അക്കൗണ്ടുകൾ ഒന്നും എന്ത് ചെയ്യില്ല, അവിടെ പറ്റൂല. ഹദറൽ മുവദ്ദിഫൂന ഇല്ല അൽ മുദീറ, എല്ലാ ഓഫീസേഴ്സും എല്ലാ എംപ്ലോയീസും വന്നു, ഇല്ലൽ മുദീർ ആരൊഴികെ, ഡയറക്ടർ ഒഴികെ ബാക്കി എല്ലാവരും വന്നു. സഹബ്തു അൽ ഫുലൂസ മിൻ മസ്രിഫി മിനൽ മസ്രിഫി, ഞാൻ അക്കൗണ്ടിൽ ബാങ്കിൽ നിന്ന് സഹബ എന്ന് പറഞ്ഞാൽ പിൻവലിച്ചിട്ടോ, വിഡ്രോ ചെയ്തു. വിഡ്രോ എന്നുള്ളതിന്റെ വാക്കാണ് സഹബ. ഞാൻ കുറച്ച് പണം എന്ത് ചെയ്തു, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു, വിഡ്രോ ചെയ്യും. കുല്ല ഷഹരിൻ, ചെയ്തു എന്നാണ് ഇവിടെ കൊടുത്തത്. കുല്ല ഷഹരിൻ ഇല്ല ഷഹർ അപ്രിൽ, ഏപ്രിൽ ഒഴികെ ബാക്കി എല്ലാ മാസത്തിലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് പണം പിൻവലിച്ചിട്ടുണ്ട്. تتوقف الخدمات المصرفية في الساعة الرابعة إلا خدمة الصرف الآلي. എല്ലാ ബാങ്കിന്റെ ആക്ടിവിറ്റീസും തതവഖഫു നിൽക്കും, അൽ ഖിദ്മാത്തുൽ മസ്രിഫിയ എല്ലാ സർവീസുകളും, ഫി സഅത്തി റാബിയ 4 മണിക്ക്, ഇല്ലൽ ഖിദ്മത്ത് സർഫുൽ ആലി ഓട്ടോമാറ്റിക് ട്രാൻസാക്ഷൻ ഒഴികെയുള്ള. സർഫുൽ ആലി എന്ന് പറഞ്ഞാൽ ലം യഹ്ദുറു അസ്സബായിൻ ഇല്ല മഹ്മൂദൻ, ലം യഹ്ദുറു അസ്സബായിൻ ഇല്ല മഹ്മൂദൻ, കസ്റ്റമേഴ്സ് ആരും ചെയ്തിട്ടില്ല. ഇങ്ങനെ കുറെ സെന്റൻസുകൾ പറഞ്ഞതാണ്, ഭയങ്കര കണക്റ്റഡ് സെന്റൻസുകളൊന്നും ആവണമെന്നില്ല. ലം യഹ്ദുറു അസ്സബായിനു, കസ്റ്റമേഴ്സ് സന്ദർശിച്ചിട്ടില്ല, വന്നിട്ടില്ല, ഇല്ല മഹ്മൂദൻ മഹ്മൂദ് ഒഴികെ. ഓക്കെ, ഷാഹത്ത് മുബാറയാത്തിൽ, ഓക്കെ അത് കണക്റ്റഡ് അല്ല, അടുത്തത് വേറെ സാറ് പറയണം. ഷാഹത്ത് മുബാറയാത്തിൽ ക്രിക്കറ്റ്, അതെന്തിനാ പറയുന്നത് വെച്ചാൽ ഈ പാഠത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു സംഗതി മുസ്തഫ്നാണ്, ഒരു സംഗതി ഒഴികെ എന്ന് പറയാൻ ഇല്ല വെച്ചുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഫസ്റ്റിൽ ഇല്ല വന്നിട്ടുണ്ട്, പിന്നെ ഇല്ലാനും പല സ്ഥലങ്ങളിലും ഇല്ല വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോ ഇല്ല എന്നുള്ള വാക്കിന്റെ ഉപയോഗത്തെ കുറിച്ചാണ് ചെയ്യുന്നത് ഇവിടെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഇല്ല വ്യത്യസ്ത രീതികളിലൊക്കെ ഉപയോഗിക്കും. അപ്പൊ തൽക്കാലം ഇല്ല എന്നുള്ളത് ഒഴികെ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഓർമ്മ ഉണ്ടായിരിക്കാം. വേറെ അതിന്റെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ വിഷയത്തിലേക്ക് ഇപ്പൊ ഞാൻ സമയമില്ലാത്തത് കൊണ്ട് പോകുന്നില്ല. ഓക്കെ, ഇല്ലക്ക് ശേഷം നസ്ബായിട്ട് വരും, അത് ഓർമ്മിച്ച് വെക്കുക അധികം. ഇല്ല അൽ മസ്രിഫ, അൽ മസ്രിഫു എന്നല്ല വന്നത്, ഇല്ലക്ക് ശേഷം നസ്ബ് വരും, മസ്രിഫ എന്നുള്ളത്, അത് ഓർത്ത് വെച്ചാൽ. ഷാഹത്ത് മുബാറയാത്തിൽ ക്രിക്കറ്റ് കുല്ലഹ ഗൈറ മുബാറ, ഗൈറ എന്ന് പറഞ്ഞത് അല്ല വാക്കാണ്. ഓക്കെ, ഇല്ല പോലെ
വാഹിദ. ഒരു മാച്ച് ഒഴികെ ബാക്കി എല്ലാ മാച്ചുകളും ഞാൻ എന്ത് ചെയ്തു, കണ്ടു. ഫാസൽ ഫരീഖുൽ ഹിന്ദി, ഇന്ത്യൻ ടീം വിജയിച്ചു ഫിൽ മുബാറയാത്തി ഇല്ലാ മറത്തൈൻ. 2 തവണ ഒഴികെ ബാക്കി എല്ലാ തവണയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ടീം വിജയിച്ചിട്ടുണ്ട്. ഇജ്തമഅ തുല്ലാബുൽ ജാമിഅത്തി ഫിൽ ഇസ്താദ് നാഷണൽ സ്റ്റേഡിയത്തിൽ എന്ത് ചെയ്തു, എല്ലാ കുട്ടികളും ഇജ്തമഅ തുല്ലാബ് അൽ ജാമിയ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ എല്ലാവരും നാഷണൽ സ്റ്റേഡിയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ലിമുഷാഹദത്തി നിഹാഇ അൽ ക്രിക്കറ്റിന്റെ ഫൈനൽ മാച്ച് കാണാൻ വേണ്ടി. ഇല്ലാ തൊലബത്തെ ഡിപ്ലോമി ബില്ലുഗൽ അറബിയ, അറബി ഭാഷയിലെ ഡിപ്ലോമ സ്റ്റുഡൻസ് ഒഴികെയാണ് ഇല്ല വന്നത്. ഇല്ലാ തൊലബത്തെ ഡിപ്ലോമി ബില്ലുഗത്തിൽ അറബിയ. അറബി കാരണം എന്താ വെച്ചാൽ അവർക്ക് ആ സമയത്ത് ക്ലാസ് ഉണ്ടായിട്ടുണ്ടാവും. അതെ, ഓക്കെ. പറയാൻ കാരണം വെച്ചാൽ ഞാനൊക്കെ ഡിപ്ലോമ കോഴ്സ് ചെയ്തിരുന്നത്. അപ്പൊ വൈകുന്നേരങ്ങളിലാണ് ക്ലാസ് ഉണ്ടാവുക. വൈകുന്നേര സമയത്ത് നമുക്കൊക്കെ അസറിനൊക്കെ ശേഷമുള്ള സമയത്താണ് ഡിപ്ലോമ ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പൊ ഇല്ല തൊലബത്ത് ഡിപ്ലോം ബില്ലുഗൽ അറബിയ, അറബിയിലെ ഡിപ്ലോമ സ്റ്റുഡൻസ് ഒഴികെ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 39ാമത്തെ ചാപ്റ്റർ ആണ്, സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ. ഒരു ചാപ്റ്റർ കൂടി ബാക്കിയുള്ളത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമ്മുടെ അവസരത്തിലേക്ക് എത്തുകയാണ്. ദർസു താസി അഷ്റത് മുനാദ ആണ്. മുനാദ ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെ കുറിച്ചും അത് ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. മബ്സൂത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ എപ്പോഴും പറഞ്ഞു, മബ്സൂത്ത് പറഞ്ഞാല് എളുപ്പമുള്ളത് എന്ന് അർത്ഥം വരാം. ഇവിടെ എന്താ പറയാ, നമ്മള് കൈഫ ഹാലും അതിന് മബ്സൂത്ത്, ഐ ആം ഓക്കെ, ഐ ആം ഹാപ്പി എന്നൊക്കെയുള്ള അർത്ഥത്തിലും മബ്സൂത്ത് ഉപയോഗിക്കും. അലാമ യുറാം അതും അതേപോലെ തന്നെ ഗോയിങ് വെൽ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അലാമ യുറാം. മുർത്താഹ് എന്ന് പറഞ്ഞാല് അതും ഹാപ്പി സൂചിപ്പിക്കുന്ന വാക്കാണ്. മുർത്താഹ്, ഐ ആം ഹാപ്പി, ഞാൻ റാഹത്തിലാണ്, ഞാൻ ആശ്വാസത്തിലാണ് എന്നുള്ള ഉപയോഗം. മക്ഹ എന്ന് പറഞ്ഞാല് എന്താണ്, മക്ഹ എന്ന് പറഞ്ഞാല് കഫയില്ലേ, കോഫി കിട്ടുന്ന സ്ഥലമാണ്, നിങ്ങൾ മക്ഹ എന്ന് പറയാം. ഹയ്യ എന്ന് പറഞ്ഞാൽ വരൂ, തആൽ എന്ന് പറഞ്ഞാൽ അതും വരൂ എന്ന് പറഞ്ഞാൽ. മുൻതസഹ് എന്ന് പറഞ്ഞാല് നമുക്ക് ആനന്ദം ലഭിക്കുന്ന എന്നൊക്കെ അർത്ഥം. ഓക്കെ. ഇഖ്തിറാഹ് എന്ന് പറഞ്ഞാല് ഒരു സംഗതി അഭിപ്രായങ്ങൾ പറയില്ലേ, ഓരോരു മുന്നോട്ട് വെക്കുക, ആശയം മുന്നോട്ട് വെക്കുക എന്നുള്ളതിനൊക്കെയാണ് ഇഖ്തിറാഹ് എന്ന് പറയാം. മക്തബുൽ ബരീദ് പോസ്റ്റ് ഓഫീസ്. ഇസ്തഫ്സറ എന്ന് പറഞ്ഞ വിശദീകരണം നേടിയതർത്ഥം. മുൻതസഹ്, ഓക്കെ, മുൻതസഹ് എന്ന് പറഞ്ഞ പാർക്കിന് പറയുന്ന പേരാണ്. അവിടെ മുൻതസഹ് സന്തോഷം ലഭിക്കുന്ന സ്ഥലം, ആനന്ദം ലഭിക്കുന്ന സ്ഥലം. അതെന്താണ്, പാർക്കിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, പാർക്കാണ്. ഖാലിദ്, السلام عليكم كيف حالك يا راشد؟ وعليكم السلام أهلا يا خالد أنا مبسوط. تمام very good. كيف أنت؟ എങ്ങനെയാണ്, على ما يرام. അങ്ങനെ പോണ്ട്, ഉഷാറായി പോണ്ട്. وبينما كان راشد وخالد يتحدثان وصل صديقهما عبد الرحمن. വാസിലും റാഷിദും സോറി റാഷിദും ഖാലിദും സംസാരിക്കുമ്പോൾ അവരുടെ സഹോദരൻ, അവരുടെ ഫ്രണ്ട് അബ്ദുറഹ്മാൻ വന്നു. അബ്ദുറഹ്മാൻ ماذا تفعلان هنا يا صديقي؟ صديقي എന്നല്ല പറഞ്ഞത്, സ്വദീഖാനി പ്ലസ് ഈ. അപ്പൊ എന്താ വായിക്കുക, സ്വദീഖയ്യ എന്ന് വായിക്കും. 2 കൂട്ടുകാര് പ്ലസ് അന വരുമ്പാണ് സ്വദീഖയ്യ എന്ന് പറയാം. ഓക്കെ. മാതാ തഫഅലാനി ഹുനാ യാ സ്വദീഖയ്യ, നിങ്ങൾ രണ്ടുപേരോട് എന്തൊക്കെയാ. ഐന കുൻത യാ അബ്ദുറഹ്മാൻ, യാ അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാൻ എന്നുള്ള ഇടത്തില് അബ്ദുറഹ്മാൻ യാ വരുമ്പോ മുദാഫിലേക്ക് യാ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നസ്ബ് ചെയ്യണം, അബ്ദുറഹ്മാൻ ആക്കണം. മറ്റേതുണ്ടോ, യാ സ്വദീഖാനി പ്ലസ് അന. മറ്റേത് ഇപ്പൊ യാ സ്വദീഖൈനി പ്ലസ് അനാന്നാവും. അനൂന്റെ കളയ അവസാനം, ഇതിന്റെ അവസാനം അന എന്നുള്ളത് ചേരുമ്പോ ഇയ്യാന്ന് വരും. അതങ്ങനെയാണ് സ്വദീഖയ്യാന്ന് വന്നത് നേരത്തെ. ഓക്കെ. إلى متى الوقوف هنا لندخل المقهى ونتحدث هناك. എത്ര സമയം നമ്മൾ ഇവിടെ നിൽക്കണം, എന്തിന്, ഇലാ അൽ വഖൂഫ് ഹുനാ ലിനദ്ഖുൽ അൽ മഖ്ഹ, ആ കോഫി ഷോപ്പിലൊന്ന് കയറാൻ, വനതഹദ്ദസ ഹുനാക് അവിടെ കയറിയിട്ട് സംസാരിക്കാൻ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ. അബ്ദുറഹ്മാൻ ഹസനൻ, ശരിയാണ്. ലാ യാ ഖാലിദ്, അല്ല ഖാലിദ് അങ്ങനെയല്ല. ലഖദ് നഹാനി അബി അനിൽ ജുലൂസ് ഫിൽ മഖാഹി. വേണ്ട ഖാലിദ്, എന്റെ ഉപ്പ ഈ പറഞ്ഞ കോഫി ഷോപ്പിലൊക്കെ പോയിരിക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്, പോയിട്ടിരിക്കണ്ട. ലിമാദാ തഖാഫു അബാക യാ റജുൽ, അല്ല മനുഷ്യ, നിങ്ങൾ എന്തിനാണ് ഉപ്പാനെങ്ങനെ പേടിക്കണത്. ലാ യുഖ്ബിറുഹു അഹദൻ മിന്നാ, ഞങ്ങൾ ആരും ഉപ്പനോട് പറയാൻ പോകുന്നില്ലല്ലോ. ഹയ്യാ നംശി, വരൂ നമുക്ക് പോവാം. ഇദൻ നംശി യാ ശബാബ് ഇദൽ മുൻതസഹ്. അബ്ദുറഹ്മാൻ പറഞ്ഞത്, നമുക്ക് എന്താ, നമുക്കൊരു കാര്യം ചെയ്യാം. നംശി യാ ശബാബ് ഇദൽ മുൻതസഹ്, പാർക്കിൽ പോവാം.
വനജ്ലിസ് ഹുനാക്, വനജ്ലിസ ഹുനാക്, എന്നിട്ട് അവിടെ ഇരിക്കാം നമുക്ക്. നഅം യാ അബ്ദുറഹ്മാൻ, അതേ അബ്ദുറഹ്മാൻ, ഇഖ്തിറാഹുക ജയ്യിദുൻ, നിന്റെ അഭിപ്രായം വളരെ നല്ലതാണ്. വകലാമുക മഅഖൂലുൻ, നിന്റെ സംസാരം മഅഖൂലാണ്. മഅഖൂൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് അനുയോജ്യമായതാണ്. ഓക്കെ. ജാഅത് സുആദ് വറഅത് സുമല, സുആദ് അവിടേക്ക് വന്നു, വറഅത് പെണ്ണാണ് കേട്ടോ, റഅത് എന്ന് വന്നു അവിടെ. വറഅത് സുമല, അവർ പിന്നെ കൂട്ടുകാരൊക്കെ കണ്ടു. വാഖിഫീന ഫി ത്വരീഖ്, വഴിയിൽ നിൽക്കുന്നതായിട്ട്. ഫതഖദ്ദമത് ഇലൈഹിം, അവൾ എന്നിട്ട് അവരുടെ അടുത്തേക്ക് വന്നിട്ട് സുആദ് പറഞ്ഞു, മാദാ തഅമലൂന ഹുനാ യാ ജമാഅ, യാ ജമാഅ, യാ ജമാഅത്ത് എന്നാ വിളിച്ചത്. എല്ലാ കൂട്ടരെയും നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത്? ഇലാ ഐന തഖ്സുദീന യാ സുആദ്, സുആദ് നീ എങ്ങോട്ടാ പോണത്? കുൻതു ദാഹിബത്തുൻ ഇലാ മക്തബിൽ ബരീദ്, ഞാന് പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയായിരുന്നു. ഫറഅയ്തുക്കും, അപ്പൊ ഞാൻ നിങ്ങളെ കണ്ടു, ഹുന ഇവിടെ നിൽക്കുന്നതായിട്ട്. വജിഅ്തു അസ്തഫ്സിറു അൻ ഹാലത്തിക്കും യാ സുമലാഇ, ഞാൻ നിങ്ങളുടെ അവസ്ഥ എന്തൊക്കെയാന്ന് അന്വേഷിക്കാൻ വേണ്ടി അതൊന്ന് ചോദിക്കുക. അസ്തഫ്സിർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വിശദീകരണം തേടാൻ അർത്ഥം, ഇവിടെ ചോദിക്കാൻ അർത്ഥം. വജിഅ്തു അസ്തഫ്സിർ, അപ്പൊ അങ്ങനെ പുതിയ പുതിയ വാക്കുകൾ നമുക്ക് കിട്ടുകയാണ്. അസ്തഫ്സിറു, അസ്അലു എന്നുള്ളതിന് പകരം അസ്തഫ്സിറു എന്ന് ഉപയോഗിക്കാം. വജിഅ്തു അസ്തഫ്സിറു അൻ ഹാലത്തിക്കും, നിങ്ങളുടെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇതുവഴി പോയി എന്നേ ഉള്ളൂ എന്നവർ പറഞ്ഞു. ഓക്കെ. പിന്നെ ഇനി 40-ാമത്തെ പാഠം അദ്ദർസുൽ അർബഊൻ. ഓക്കെ. അർബഊൻ എന്താണ് പറയുന്നത്? അൽ മംനൂ മിന സർഫ് വ അസ്മാഉൽ ഖംസ, അസ്മാഉൽ ഖംസയിൽപ്പെട്ട വാക്കുകളും, അതായത് അബ്, അഖ്, ഇങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ കുറച്ച് അബ്, അഖ്, ഹമ്, ഫമദു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 5 ഇസ്മുകളുണ്ട്. അതിന്റെ കൂടെ ഏതെങ്കിലും വാക്ക് മുദാഫായിട്ട് വരുമ്പോ എങ്ങനെയാണ് അത് ഉച്ചരിക്കാൻ, എങ്ങനെ പറയാം? നസ്ബിന്റെ സന്ദർഭം വരുമ്പോ എങ്ങനെ ഉണ്ടാവുക, ജറിന്റെ സന്ദർഭത്തിൽ എങ്ങനെ ഉണ്ടാവുക, അതൊരു കാര്യം. പിന്നെ മംനൂഉ മിന സർഫ്, സർഫ് ചെയ്യപ്പെടാത്ത കുറച്ച് വാക്കുകളുണ്ട്, അത് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ പാഠത്തിൽ പറയുന്ന കാര്യങ്ങൾ. ഇജാസത്തു ഷത്തവിയ, ഇജാസത്തു ഷത്തവിയ എന്ന് പറഞ്ഞാല് വിന്റർ വെക്കേഷൻ. ആസാറും താരിഖിയ, ഹിസ്റ്ററി മോണ്യുമെന്റ്സ് നേരത്തെ പറഞ്ഞു. മബാനി ഫഖ്മ, വലിയ ഗോപുരങ്ങള് അല്ലെങ്കിൽ കെട്ടിടങ്ങള്. ഒരു ഫഖ്മ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ആഡംബരമായിട്ടുള്ള കെട്ടിടങ്ങൾ. മഅരിഫത്ത്, അറിവ്. അയ്യത, ഒരു സംഗതിയെ ശക്തിപ്പെടുത്തി. അദിഹാബ്, ഒരു സ്ഥലത്തേക്കുള്ള പോക്ക്. പിന്നെ ഇസ്തഖല്ലു, ഒരു സംഗതിയെ ചെറുതാക്കി കണ്ടു, കലീലായി കണ്ടു. ഉജ്ജിബ ബി, അത്ഭുതപ്പെട്ടു. ഷാമിഖത്ത്, ഉയർന്ന. ബാഹത്ത്, മുറ്റം അല്ലെങ്കിൽ അതിന്റെ ഹറം എന്നൊക്കെ പറയും. അഖ്മിഷത്ത്, എന്താണ് അഖ്മിഷ എന്ന് പറഞ്ഞാല് വസ്ത്രങ്ങൾക്ക് പറയുന്നതാണ് കേട്ടോ. അഖ്മിഷത്ത് ഗാർമെന്റ്സ് എന്നുള്ള അതിന് പറയുന്നതാണ്. ഇജാസ ഷതവിയ, സമ്മർ വെക്കേഷൻ, സോറി വിന്റർ വെക്കേഷൻ. ദഅൗത്ത് അഹ്മദ, ഞാൻ അഹ്മദിനെ വിളിച്ചു. ഉമറ, ഉമറിനെ വിളിച്ചു. ഉമറ. ദഅൗത്ത് കഴിയുമ്പോ അഹ്മദൻ എന്നുമാണ് ശരിക്കും. നമ്മൾ പഠിച്ച നിയമം അനുസരിച്ചിട്ട് ദഅൗത്ത് മുഹമ്മദൻ എന്നാ പറയാ അല്ലെ. പക്ഷെ ഗൈറ് മുൻസരിഫ് ആയിട്ടുള്ള വാക്കുകളിൽ പെട്ടതാണ് അഹ്മദ്, അഫ്അൽ വസൻ വരുന്ന വാക്കുകൾ. പിന്നെ ചില അറബി പേരുകൾ, ഒമർ പോലെയുള്ള അറബി പേരുകളൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഗൈറ് മുൻസരിഫാണ്. അപ്പൊ അതിലൊന്നും അവസാനത്തിൽ തൻവീന് വരില്ല, അവസാനത്തിൽ തൻവീനും വരൂല. അതേപോലെ തന്നെ ജർറ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഫതഹ കൊണ്ടാണ് ജർറ് ചെയ്യാൻ. നമുക്ക് നോക്കാം, അതിന്റെ ഉദാഹരണം കൂടി വരും. ദഅൗതു അഹ്മദ വ ഉമറ, അഹ്മദൻ വ ഉമറ എന്ന് പറയുന്നില്ല, അത് ഗൈർ മുൻസരിഫ് ആയതുകൊണ്ടാണ് ആ 2 ഇസ്മുകളും. ഇല ന്യൂഡൽഹി, ന്യൂഡൽഹിയിലേക്ക് വിളിച്ചു. ഫിൽ ഇജാസത്തി അശ്ശിതവിയ്യത്തി, വിന്റർ വെക്കേഷൻ. ജാഅ ഷഖീഖാനി, 2 സഹോദരന്മാരും വന്നു. ഇല ഡൽഹി ബിസയ്യാറത്തിൻ ഖദ്റാഅ, ബിസയ്യാറത്തിൻ ഖദ്റാഅ, ഖദ്റ എന്നുള്ള വാക്ക് നോക്ക്, ഖദ്റ എന്ന് വന്നില്ല. സയ്യാറത്തിൽ എന്നുള്ളതിന്റെ സിഫത്താണ്, സിഫത്താണ് ശരിക്കും ഖദ്റ എന്നതിന് വേണ്ടത്. പക്ഷെ ഗൈർ മുൻസരിഫാണ് ഖദ്റ, ഫഅല എന്നുള്ള വസ്ന്, അതുകൊണ്ട് ഖദ്റ എന്ന് വന്നു. വമഅഹുമ അബൂഹുമ, അവരുടെ കൂടെ അവരുടെ ഉപ്പയും ഉണ്ടായിരുന്നു. അബു എന്നുള്ള വാക്കിന്റെ കൂടെ വേറൊരു നമീറോ ഇസ്മോ എന്തെങ്കിലും ചേർന്ന് വരികയാണെങ്കിൽ അതിനിടയിൽ എന്ത് ചെയ്യും, ഒരു വാവിനെ ചേർത്ത് റഫിന്റെ സന്ദർഭത്തിൽ. അപ്പൊ അബൂഹു, അബൂഹുമ എന്നൊക്കെ വരും. നസ്ബിന്റെ സന്ദർഭത്തിലാണെങ്കിൽ ആ വാവ് മാറിയിട്ട് അലിഫായിരിക്കും. അബാഹു,
റഅയ്തു അബാഹു അബാഹുമാ എന്നൊക്കെ വരും. ജറിന്റെ സന്ദർഭത്തിലാണെങ്കിലോ യാ ആയിട്ട് മാറും. അബീഹി, അത് അഹ്, അബ്, ഹബ്, 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 ഫബ്, റു ഈ വാക്കുകളൊക്കെ എന്താണ് ഈ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കും. അതിനാണ് അസ്മാഉൽ ഖംസ എന്ന് പറയുന്നത്. മഫി ഡൽഹി, ഡൽഹിയിലുണ്ട് മസാജിദു ഷഹീറത്തും. മസാജിദു എന്ന് പറയുന്നില്ല, മസാജിദുനെ പറയുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ്? മസാജിദ് എന്നുള്ളത് മഫാഇൽ വസനാണ്. മഫാഇൽ വസനൊക്കെ ഗൈർ മുൻസലിമിൽപ്പെട്ട വാക്കുകളാണ്. മസാജിദു ഷഹീറത്തുൻ മറാക്കിസു എൽമിയത്തുൻ. മറാക്കിസുൻ എന്ന് പറയുന്നില്ല. ഗൈർ മുൻസരിഫ് ഒന്നും സർഫ് അവസാനത്തിൽ എന്ത് ചെയ്യില്ല, തൻവീന് കാണുകയില്ല. അപ്പം മറാക്കിസുൻ എന്ന് പറയില്ല, മറാക്കിസുനെ പറയുന്നു. സോ മറാക്കിസു എൽമിയത്തുൻ മബാനിയു അതേ വസനായതുകൊണ്ട് കേട്ടോ. മസാനി എന്ന് പറയാത്തൊക്കെ ഫഹ്മത്തുൻ, ആഡംബര കെട്ടിടങ്ങളുണ്ട്. നഹ്നു ഖറജ്ന ലിസിയാറത്തിൽ ആഥാരി താരിഖിയത്തി ഫി ഡൽഹി. ഞങ്ങൾ ഡൽഹിയിൽ ഈ പറഞ്ഞ ചരിത്ര പൈതൃകങ്ങളൊക്കെ കാണാൻ പോയി. സഅല ഉമറു അഖാഹു അഹ്മദ. ഉമർ സഹോദരൻ അഹ്മദിനോട് ചോദിച്ചു, മാ ഹുവ അഷ്ഹറുൽ മസാജിദ്, ഏതാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പള്ളി? അക്ബറുഹ, അതേപോലെ തന്നെ ഏറ്റവും വലുതും, ഫി ഹാദിഹിൽ മദീന, ഈ പട്ടണത്തിൽ. അജാബ അഹ്മദ്, അപ്പൊ അഹ്മദ് പറഞ്ഞു, അന ലസ്തു അഅലമു മിൻക, ഞാൻ നിന്നെക്കാളും അറിവുള്ളവനൊന്നും അല്ല. ഫലി നസ്അൽ, അതുകൊണ്ട് നമുക്ക് ചോദിക്കാം, അബാന, നമ്മുടെ ഉപ്പയോട്, ലിഅന്നന ലിഅന്നഹു, കാരണം അദ്ദേഹം, അക്തറ മിന്നാ മഅരിഫതൻ, നമ്മളെക്കാൾ അറിവുള്ള ആളാണ്. ഫതഖദ്ദമ ഇലൈഹി വസഅലഹു, അങ്ങനെ ഉപ്പയുടെ അടുത്തേക്ക് വന്ന് അവർ രണ്ടുപേരും തഖദ്ദമ ഇലൈഹി, എന്നിട്ട് അവരോട് ചോദിച്ചു. എന്താ ചോദിച്ച്? ഫഖാല അബൂഹുമ, അപ്പൊ അവരുടെ ഉപ്പ പറഞ്ഞു, ഇന്നൽ മസ്ജിദൽ ജാമിഅ ബിദൽഹി അൽ ഖദീമത്തി അഷ്ഹറുൽ മസാജിദി വ അജ്മലുഹ വ അക്ബറുഹ ഫി ഹാദിഹിൽ മദീന. ഇന്നൽ മസ്ജിദൽ ജാമിഅത്ത്, ഡൽഹിയിലുള്ള പഴയ പള്ളിയാണെന്ന് ഏറ്റവും മഷ്ഹൂറായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ളതും ഏറ്റവും മനോഹരമായിട്ടുള്ളതും ഏറ്റവും വലുതായിട്ടുള്ളതുമായിട്ടുള്ള പള്ളി അതാണ്. ഫഖാല ഉമർ ലി അബീഹി, അപ്പോ ഉമർ ഉപ്പയോട് പറഞ്ഞു, അല നദ്ഹബു, അല്ല നമ്മൾ പോവുകയല്ലേ, ലി സിയാറത്തി ദാലിക്കൽ മസ്ജിദിൽ അലീം, ആ വലിയ പള്ളി കാണാൻ വേണ്ടി പോവുകയല്ലേ. അയ്യദ അഹൂഹു റഅയഹു, അവന്റെ അഭിപ്രായത്തെ സഹോദരൻ എന്ത് ചെയ്തു, ശക്തിപ്പെടുത്തി. അപ്പൊ തൊലബ മിൻ അബീഹി അദ്ദിഹാബ്, അങ്ങനെ അവന്റെ ഉപ്പാന്റെ അടുത്ത് എന്ത് ചെയ്തു, അങ്ങോട്ട് പോവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇലൽ മസ്ജിദിൽ ജാമി, ആ ജമാ മസ്ജിദിലേക്ക്. ഫസ്തഖല്ലു ഫസ്തഖല്ലു അൽ ഹാഫിലത. അവിടെ ഇസ്തഖല്ലിന്റെ അർത്ഥം ഞാൻ നേരത്തെ വില കുറച്ച് കാണിക്കുക, ചെറുതാക്കി കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫസ്തഖല്ലു അൽ ഹാഫിലത എന്ന് പറഞ്ഞാൽ അവര് ബസ്സിന് വെയിറ്റ് ചെയ്തു അങ്ങനെ എന്തോ ഒരു അർത്ഥമാണ്. അപ്പൊ ഒന്ന് ഡിക്ഷണറി റെഫർ ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഒന്ന് നോക്കി വെക്കുക. അല്ലെങ്കിൽ ക്ലാസ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തോളൂ. ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഞാൻ തന്നെ പറഞ്ഞുതരും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ പറയും ഇൻഷാ അല്ലാഹ്. വഫിൽ യൗമി താലി, അടുത്ത ദിവസം ഖറജൽ അഖബാനി, ആ രണ്ട് സഹോദരന്മാരും ഇറങ്ങി, അബൂഹുമ, അവരുടെ ഉപ്പയും, ലിസിയാറത്ത് മനാറത്ത് കുത്തുബ്, കുത്തുബ് മിനാർ കാണാൻ പോയി. വഅഅജബു ബിമശാഹദത്തി ഹാദിഹിൽ മനാറത്തി ഷാമിഖതി, ഉയർന്ന ഗോപുരം കണ്ടുകൊണ്ട് അവർ അത്ഭുതപ്പെട്ടു. വതജവ്വലു ഫി ബാഹതിഹ, എന്നിട്ട് അതിന്റെ ചുറ്റും അവർ സഞ്ചരിച്ചു. തജവ്വല പറഞ്ഞാൽ ചുറ്റിക്കറങ്ങി കേട്ടോ. സഅതനി, 2 മണിക്കൂറോളം. സുമ്മ റജഉ, പിന്നീട് അവർ മടങ്ങി. വതവജ്ജഹു ഇലാ സൂഖി കാനത്ത് കൊണാട്ട് പ്ലേസ്, സ്ഥലത്തിന്റെ പേര് കേട്ടോ അവിടെ കൊണാട്ട് പ്ലേസ് എന്നുള്ള. എങ്ങനെ അവരെന്ത് ചെയ്തു, കൊണാട്ട് പ്ലേസ് ലക്ഷ്യം വെച്ച് നീങ്ങി. ഫസ്തറൗ അൽ അഖ്ബിഷ, എന്നിട്ട് അവിടുന്ന് അവര് വസ്ത്രങ്ങൾ വാങ്ങിച്ചു. വൽ മലാബിസ്, ലിബാസുകൾ, ഓരോ ടൈപ്പ് ഓഫ് ഇതാണ് മെറ്റീരിയൽസ്, മെറ്റീരിയൽസും വാങ്ങി, അതേപോലെ തന്നെ ഡ്രസ്സും വാങ്ങി. അൽ ജാഹിസ്, അതായത് റെഡിമെയ്ഡ് ഡ്രസ്സും വാങ്ങി, അതേപോലെ അതിന്റെ ഡ്രസ് മെറ്റീരിയൽസും വാങ്ങി. മിൻഹ, അതിലുണ്ടായിരുന്നു ബന്തലൂൻ അസ്വദ്, റെഡ് കറുപ്പ് പാന്റ് ഉണ്ടായിരുന്നു. ഖമീസ് അബിയൽ, വൈറ്റ് ഷർട്ട് ഉണ്ടായിരുന്നു. ലി ഉമർ, ഉമറിനുള്ള. ഫുസ്താനുൻ, ഒരു ഫുസ്താൻ ഉണ്ടായിരുന്നു. ഫുസ്താൻ എന്ന് പറഞ്ഞാല് ഫ്രോക്കില്ലേ, ഫ്രോക്ക്. അഹ്മർ, ഒരു റെഡ് ഫ്രോക്ക് ഉണ്ടായിരുന്നു. ഹിമാറുൻ അസ്ഫർ, ഒരു മഞ്ഞ ഹിമാർ ഉണ്ടായിരുന്നു. ലി ഉഖ്തിഹിമ, അവരുടെ രണ്ടുപേരുടെ സഹോദരിക്ക് വേണ്ടിയിട്ട് ഒരു മുഖപടം ഒക്കെ ഉണ്ടായിരുന്നു. ദെൻ ഫാത്തിമ, ഫാത്തിമ എന്നുള്ള അവരുടെ സഹോദരിക്ക്. അഹ്ദിയ സൗദ, ഒരു കറുപ്പ് ഷൂസ് ഉണ്ടായിരുന്നു. ലി അമ്മിഹിമ, അവരുടെ അമ്മാവന്, അല്ല അക്ബർ, വലിയ അമ്മാവന് വേണ്ടിയിട്ട്. മൂത്താപ്പെട്ടോ, അമ്മ പറഞ്ഞ ഉപ്പയുടെ സഹോദരൻ.
ഉപ്പയുടെ സഹോദരന് വേണ്ടിയിട്ട് ഒരു ഷൂസ് ഉണ്ടായിരുന്നു. വസ്തറ അഹമ്മദ് കലമൻ അസറക്ക, ഒരു നീല പേന വാങ്ങിയാല് അഹമ്മദ്. അപ്പൊ അസറക്ക എന്ന് പറഞ്ഞത് അസറക്കും അതെന്ത് ചെയ്തില്ല, അസറക്കുൻ അസറക്കൻ എന്നൊന്നും വരുന്നില്ല. കലമൻ വന്നിട്ട് പക്ഷെ അസറക്ക് വേറെ മുൻസരിഫ് ആയതുകൊണ്ട് അങ്ങനെ വന്നിട്ടുള്ളത്. നദ്വാറത്തൻ സഫ്ര, ഒരു മഞ്ഞ കണ്ണടയും വാങ്ങി സുആദിന് വേണ്ടി. അപ്പൊ അവിടെ നസ്ബ് വരേണ്ട സന്ദർഭമായിട്ട് നസ്ബ് വരുന്നത് കാണാത്ത സംഗതികളൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഗൈറു മുൻസരിഫിന്റെ കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അത്രയാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ വരുന്ന, അല്ലെങ്കിൽ ഈ ഒരു പുസ്തകത്തിൽ വരുന്ന ചാപ്റ്ററുകൾ. സോ ആ ഒരു ഭാഗം കൂടി നന്നായിട്ട് കേൾക്കുക, പഠിക്കുക. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവിടെ ഉണ്ടോ റിസ്ന ഫാസിൽ ഉണ്ടോ ക്ലാസ്സിന്? കുറെ നേരമായിട്ട് കാണുന്നുണ്ട്, പക്ഷെ ഒന്നും പറയുന്നില്ല. ചാറ്റിൽ ആരോ ഓക്കെ. അപ്പൊ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, നോക്കട്ടോ, ബാക്കി പഠിച്ചോളൂ. നമ്മുടെ അസൈൻമെന്റ്സ് നോക്കിയാൽ മതി, അതിലുള്ള ക്വസ്റ്റ്യൻസ് അതേ മെത്തേഡിൽ തന്നെയാണ് എന്ത് ചെയ്യുക, ക്ലാസ്സസ് ഇതുണ്ടാവുക, നമ്മുടെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ ആ ഒരു പാറ്റേണിലാണ് ഇൻഷാല്ലാ ഞാൻ നാളെ വരും. അപ്പൊ അതില് ഉറുദുവിൽ എഴുതിയിട്ടുള്ള സംഗതികളൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്ത് തരും ഇൻഷാല്ലാ. അപ്പോ എല്ലാ വിദ്യാശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും.